ഹായ് മക്കളെ, വെൽക്കം ടു ഇഗ്നീഷ്യ. അപ്പോൾ ഇഗ്നീഷ്യയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഷാരോൺ. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ 3 ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അൺസാച്ചുറേറ്റഡ് ഓഫ് ഹൈഡ്രോകാർബൺസിന്റെ നോമൻക്ലേച്ചർ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ കുറിച്ചാണ്. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, അത് എങ്ങനെയാണ് അത് വരുമ്പോഴും അതിന്റെ നോമൻക്ലേച്ചർ ഓർഗാനിക് കോമ്പൗണ്ടിൽ വരിക, അതൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ എളുപ്പമാണ് പഠിക്കാനായിട്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറെ കാര്യങ്ങളും പൊസിഷൻസും ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പോൾ അതേപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്താണ്? അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു നോമൻക്ലേച്ചർ ആണ് കാർബൺ കോമ്പൗണ്ട്സിന്റെ, ഹൈഡ്രോകാർബൺസിന്റെ ഒക്കെ നോമൻക്ലേച്ചർ ആണ് വരിക. ഫസ്റ്റ് തന്നെ നമ്മൾ ആൽക്കെയിൻസ് 9ൽ പഠിച്ചു, അതിന്റെ 1 ബ്രാഞ്ചഡ് ആയിട്ടുള്ള പഠിച്ചു. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉള്ളത് രണ്ടാമത്തേൽ പഠിച്ചു. മൂന്നാമത്തെ നമ്മൾ പഠിച്ചത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുമ്പോൾ എങ്ങനെയാണ് പേരിടേണ്ടത്, അതേപോലെ പേരിൽ നിന്ന് എങ്ങനെയാണ് സ്ട്രക്ചർ വരയ്ക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് അടുത്തൊരു സെക്ഷനാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്താണെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിരിക്കും. ഇത് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ കാണാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത ടൈപ്പ് ഓഫ് ഒരു കാര്യമാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. പക്ഷേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു വലിയ ഡീറ്റെയിലിംഗ് പഠിക്കാനില്ല. അത് വരുമ്പോഴുള്ള ആ കാർബൺ കോമ്പൗണ്ട്സിന്റെ നെയിമിങ് എങ്ങനെയാണെന്ന് മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ ഒന്നും അടിക്കണ്ട. പക്ഷേ അതിന്റെ ഒരു ഡെഫിനിഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ ചില സമയത്ത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിന്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതൊന്ന് പഠിച്ചിരുന്നു. നോക്കിക്കേ, ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് bonded to carbon atoms in an organic compound determines the distinctive chemical and physical properties of that compound. This is called as ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. എന്ന് വെച്ചാല് വേറൊന്നുമില്ല, സാധാരണ കാർബണോട് കൂടി ചേരുന്നത് നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് ഹൈഡ്രജൻ മാത്രമാണ് അല്ലെ. CH3 CH അങ്ങനെയല്ല നമ്മൾ പഠിച്ചു പോയതെല്ലാം കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടുകൾ എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ കാർബണും തമ്മിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ച്. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കാർബണോട് കൂടെ ഹൈഡ്രജൻ അല്ലാതെയുള്ള വേറെ ചില ആറ്റംസ്, അത് ഓക്സിജൻ ആവാം, ചിലപ്പോ ക്ലോറിൻ ആവാം, അല്ലെങ്കിൽ OH ആവാം, അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് നമുക്ക് വഴിയെ പറയാം. അപ്പോ അങ്ങനെ ഈ പറയുന്ന ഹൈഡ്രജൻ അല്ലാതെയുള്ള മറ്റു ചില ആറ്റംസ് വന്നു ചേരുമ്പോൾ ആ പറയുന്ന കോമ്പൗണ്ടിന് ഉണ്ടാകുന്ന കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുള്ള മാറ്റങ്ങൾ, അതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സുകളാണ്. അതായത് ഈ പറയുന്ന ഹൈഡ്രജൻ അല്ലാതെ വേറെ ആറ്റംസ് കയറി വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുക, ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയാം. അതാണ്. അപ്പൊ ഒന്നും കൂടി വായിക്കുന്നതാണ്. ആറ്റംസ് ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്, ഒരു ആറ്റം ആവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആവാം, ബോണ്ടഡ് ടു ദ കാർബൺ ആറ്റം. അത് ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കാർബൺ ആറ്റത്തിനോട് ബോണ്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, ഡിറ്റർമൈൻസ് ഡിസ്റ്റിങ്ക്റ്റീവ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും പുതിയതായിട്ട് വന്നു ചേർന്ന ആ പറയുന്ന ആറ്റം കൊണ്ട് മാറ്റപ്പെടുന്നു. അതിനെയാണ് അങ്ങനെയുള്ള ആറ്റംസിനെയാണ് അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയാം. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ഇതായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് കണക്കാക്കാം. ഒന്ന് പഠിച്ചു വെച്ചോ, മറക്കണ്ട. ഓക്കെ. അപ്പൊ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് അതിൽ വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ആളാണ്. ഞാൻ 5 പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ വരാൻ പോകുന്ന ആൾക്കാരും അതിന്റെ പേര് വരുന്ന രീതികളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഐഡിയ മാത്രം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് പറയാം. അതായത് OH ഗ്രൂപ്പ്. OH. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാർ ഓൾറെഡി ഹൈഡ്രജൻ ആയിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നെ എന്തിനാണ് ഇവിടെ ഒരു OH? അതിനെയാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്, ആൽക്കഹോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ OH വരുമ്പോൾ, അതായത് ഈ പറയുന്ന CH3 എന്ന് പറയുന്ന സാധനത്തിൽ ചിലപ്പോ അടുത്ത കാർബണിന്റെ അടുത്ത് എന്ത് വരാം, ഒരു OH വരാം. അതൊക്കെ നമുക്ക് അതിലോട്ട് പോവാം. വെയിറ്റ് ചെയ്യുക. ആദ്യത്തെ കാര്യം മാത്രം നോക്കുക, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ OH വരിക എന്നുള്ളതാണ്. ഇത് മൈനസ് അല്ല, ഇവിടെ ഒരു ബോണ്ട് കാണിച്ചാണ്. ഇവർക്ക് ഒറ്റക്ക് നിൽക്കാനല്ല, ഇവർ ബോണ്ട് ചെയ്താണ് നിൽക്കുക. അപ്പൊ അതൊന്ന് കാണിച്ചതാണ് ഈ ഹൈഫൺ ഉദ്ദേശിച്ചത് കേട്ടോ, മൈനസ് അല്ല അത്. അതേപോലെ അവര് വരുമ്പോ ആ പേര് മാറുന്നത് OL എന്ന് ചേർത്ത് എഴുതണം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് കാർബോക്സിലിക് ഗ്രൂപ്പാണ്. കാർബോക്സിലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആസിഡിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോ അത് വരുമ്പോ അത് ആ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നമ്മൾ അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫോമുല ഇങ്ങനെ വരുന്നതാണ് COOH എന്നാണ് എഴുതുക.
ഓക്കെ, അപ്പോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ OH എന്ന് എഴുതും, കാർബോക്സിലിക് ഗ്രൂപ്പ് ആണെങ്കിൽ COOH എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേര് വരുമ്പോ അത് നമ്മൾ എങ്ങനെ എഴുതും? ഓയിക് ആസിഡ് എന്ന് ചേർക്കണം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതൊന്ന് പഠിച്ചു വെക്കാം ആദ്യം, മറക്കാതിരിക്കാനാണ്. ഓക്കെ, മൂന്നാമത്തേത് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹൈഡ്രജന് പകരമായി CHO എന്ന് പറയുന്ന ഒരു സാധനം ഒരു കാർബൺ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. അതിനെ നമ്മൾ പേരിൽ കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ AL എന്ന് ചേർക്കും. എവിടെയാണ് വരുന്നതെന്ന് വഴിയെ നോക്കാം. നാലാമത്തെ ആളാണ് കീറ്റോ ഗ്രൂപ്പ്. കീറ്റോൺ എന്ന് പറയും. ആ ONE ആണ് സാർ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് C+O വരുന്നതൊക്കെ കീറ്റോണുകളാണ്. ഓക്കെ ആണോ? അപ്പൊ OH വരുമ്പോൾ ആൽക്കഹോൾ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OL എന്ന് എഴുതണം. അതേപോലെ കാർബോക്സിലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് COH ആയിരിക്കണം. COH കാണുമ്പോൾ കാർബോക്സിലിക് ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഓയിക് ആസിഡ് എന്ന് എഴുതണം. അതേപോലെ CHO വരുമ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലാക്കണം. AL എഴുതണം. അതേപോലെ C+O വരുമ്പോഴത്തേനും കീറ്റോ ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലാക്കണം. ONE ചേർത്ത് എഴുതണം. അതിലേക്ക് വരാം. ഹാലോജൻ ഗ്രൂപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ഹാലോ ഗ്രൂപ്പ് എന്നാണ് പറയുക. ഹാലജൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പറയുന്ന ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആണ് ഹാലജൻസ്. ഒരു ചെറിയ ഐഡിയ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൃത്യമായിട്ട് അത് പഠിക്കും. ഓക്കെ, ഇപ്പൊ തൽക്കാലം ആലോചിച്ചിരിക്കുക, ഈ പറയുന്ന പീരിയോഡിക് ടേബിൾ ഓർമ്മയുണ്ടല്ലോ, ആ പീരിയോഡിക് ടേബിളിലുള്ള ഹാലജൻസ് ആണ് ഈ പറയുന്ന ഫ്ലൂറിൻ എന്ന് പറയുന്ന ഒരു ആറ്റം, ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ആറ്റം, ബ്രോമിൻ എന്ന് പറയുന്ന ഒരു ആറ്റം, അയഡിൻ എന്ന് പറയുന്നത്. ഈ 4 പേരും കൂടി കൂട്ടിച്ചേർത്ത് വിളിക്കുന്നതാണ് ഹാലജൻസ് എന്ന് പറയുന്നത്. ആ ഹാലജൻസിൽ ഓരോന്നോരോന്ന്, ഇപ്പൊ ഹൈഡ്രജന് ഇൻസ്റ്റഡ് ആയിട്ട് ഈ പറയുന്ന ഹൈഡ്രജന് പകരമായിട്ട് ഫ്ലൂറിൻ വന്നാൽ അതിനെ നമ്മൾ ഫ്ലൂറോ എന്ന് വിളിക്കും. ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വഴി ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ എഴുതാം. ഹാലജൻ ഗ്രൂപ്പിൽ വരുമ്പോഴത്തേനും ഇവിടെ ഓരോരുത്തർക്ക് ONE അങ്ങനെയൊക്കെ ചേർത്തതുപോലെ ഫ്ലൂറിൻ വരുമ്പോൾ ഫ്ലൂറോ എന്ന് ചേർക്കും, ക്ലോറിൻ വരുമ്പോൾ ക്ലോറോ എന്ന് ചേർക്കും, ബ്രോമിൻ വരുമ്പോൾ ബ്രോമോ എന്ന് ചേർക്കും, അയഡിൻ വരുമ്പോൾ അയഡോ എന്ന് ചേർക്കും. ഓക്കെ, എഡോ എന്നല്ല അയഡോ എന്ന് ചേർക്കും. ഓക്കെ അല്ലെ? അപ്പൊ ഇതില് ആറാമത്തെ, നേരത്തെ ഒരു 5 ഞാൻ പറഞ്ഞു, അതിൽ ലാസ്റ്റത്തെ നമ്മൾ പറഞ്ഞ ഹാലോ ഗ്രൂപ്പ് ആണ്. അതിൽ ആറാമത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നതാണ് ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. OR എന്നാണ് അതിനെ പറയുന്നത്. അതിൽ ഈ 6 എന്ന് പറയുന്നത് ആൽക്കെയിനുകളാണ്, ആൽക്കെയിൻ ഗ്രൂപ്പ് ആണ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഈതർ എന്നാണ് കേട്ടോ, ഈതർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ആറാമത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇതും വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ കഴിഞ്ഞതല്ല പാർട്ട് 1 നമ്മൾ വേർഡ് റൂട്ട് എഴുതി കഴിഞ്ഞപ്പോൾ അതിൽ 7 കാർബൺ ആറ്റം ഉള്ളതിൽ സെപ്റ്റ് എന്ന് എഴുതി പോയിട്ടുണ്ട്. അതൊരു മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കണം, അത് എഴുതിപ്പോയതിന്റെ തെറ്റാണ്. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെപ്റ്റൈൻ തന്നെയാണ് എഴുതിയത്. ഓക്കെ, അത് സെപ്റ്റ് അല്ല, ഒരിക്കലും ഹെപ്റ്റ് ആണ് കേട്ടോ. ഹെപ്റ്റ് എന്ന് പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഹെപ്റ്റൈൻ അങ്ങനെയൊക്കെ തന്നെയാണ് എഴുതിയത്. ഓക്കെ, അപ്പോ സെപ്റ്റ് എന്ന് പഠിക്കരുത്, ഹെപ്റ്റ് എന്ന് പഠിക്കണം. ഓക്കെ അല്ലെ? അപ്പൊ അതവിടെ നോട്ടെ, നമുക്ക് ഇതിലോട്ട് പോകാം. ഓക്കെ, ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, CH4 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ എഴുതുന്നു. ഈ CH4 എന്ന് പറയുന്ന ആള് എന്നത് മീഥെയിൻ ആണ് അല്ലെ? ഉറപ്പായിട്ടും അതെന്താണ്? മീഥെയിൻ ആണ് അല്ലെ? എങ്ങനെ മീഥെയിൻ വന്നു? കാർബൺ ആറ്റത്തിന്റെ എണ്ണം 1 ആയതുകൊണ്ട് വേർഡ് റൂട്ട് മെത്ത് എന്ന് വന്നു. അതേപോലെ 4 ഹൈഡ്രജൻ മീൻസ് അത് ആൽക്കെയിൻ ആണ്. സോ സിംഗിൾ ബോണ്ട് ആണ്, എയിൻ എന്ന് വന്നു. ഇതുവരെ ഓക്കെ അല്ലേ? കഴിഞ്ഞില്ല, തീർന്നില്ല. ഇതിനെ ഞാൻ ഒന്ന് തുറന്നെഴുതുകയാണ്. തുറന്നെഴുതുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ അല്ലേ? ഇങ്ങനെയായിരിക്കും വരിക. ഈ പറയുന്ന ഇങ്ങനെ എഴുതുന്ന ആളില് ഒരു ഹൈഡ്രജനെ മാറ്റി ഒരു OH ചേർക്കുന്നു. ഇപ്പോഴാണ് ഇത് എന്താവുന്നത്? ആൽക്കഹോൾ ആയിട്ട്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ചേരുമ്പോൾ അതിന് ആൽക്കഹോൾ എന്നാ പറയാ. ഇപ്പോഴാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ചേരുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ട് മാറിയത്. ഐഡിയ കത്തിയോ? ഓക്കെ ആണോ? അപ്പോൾ ഒരു ഹൈഡ്രജനെ മാറ്റി എപ്പോഴും ആര് കയറും? OH കയറി വരുമ്പോൾ അതിന്റെ പേരെന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കുക, ഇതിനെ ഞാനൊന്ന് ചുരുക്കി എഴുതുകയാണ്, CH3OH. ഇയാളുടെ പേരാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഐഡിയ മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതില് എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ നമ്പർ ഓഫ് C ആറ്റംസ്, എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ടെന്നാണ്. നോക്കിക്കേ, എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഒരേ ഒരു കാർബൺ ആറ്റം ഉള്ളൂ. സോ അതെന്ത് വരും? മെത്ത് എന്ന് വരും. ഓക്കെ ആണോ? ഇതിന്റെ കൂടെ ഒരു കാര്യം ഞാൻ എഴുതി നോക്കുക, വേറെ ഒന്നല്ല, ഇതിന്റെ വേർഡ് റൂട്ട് മെത്ത് ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഒപ്പം മെഥൻ എന്ന് ചേർക്കുന്നുണ്ട്. കിടന്നോട്ടെ, എന്താണ് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. മെഥൻ എന്ന് എഴുതി വെക്കുക. ഓക്കെ, അത് 2 കാർബൺ ആറ്റെങ്കിൽ ഈഥൻ എന്ന് എഴുതി വെക്കുക. അതവിടെ നിന്നോട്ടെ, എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിൽക്ക. രണ്ടാമത്തേത് പൊസിഷൻ ഓഫ് OH ന്റെ പൊസിഷൻ മനസ്സിലാക്കുക. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്?
ഒരേ ഒരു കാർബൺ ആറ്റമല്ലേ ഉള്ളൂ. ഒന്നും രണ്ടും ഒക്കെ വന്നാലാണ് നമുക്ക് പൊസിഷൻ ഇടേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഒരെണ്ണം ഉള്ളത് കൊണ്ട് പൊസിഷൻ എപ്പോഴും എന്തായിരിക്കും? ഒന്നായിരിക്കും. അത് ഷുവർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ ഈ പറയുന്ന വേർഡ് റൂട്ട് വെച്ചിട്ടുള്ള മിഥേൻ നമുക്ക് കിട്ടി, പൊസിഷൻ കിട്ടി. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ മൂന്നാമത്തേത്, ഇതിനൊരു സഫിക്സ്, ഒരു വാലും കൂടി ഉണ്ട്, അതാണ് OL. ഓക്കെ ആണോ? ഈ 3 കാര്യങ്ങൾ കിട്ടിയാൽ ഇയാളുടെ പേര് നമുക്ക് സുഖമായിട്ട് ഇടാം. CH3OH പേര് സുഖമായിട്ട് ഇടാം. ഇതിന്റെ ഓർഡറിൽ ഒന്ന് എഴുതി പോയാൽ മതി. നോക്കിക്കേ, ആദ്യം മിഥേൻ, ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കുക. എന്തിനായിരിക്കും? പൊസിഷൻ ഇടാനല്ലേ, ഉറപ്പല്ലേ, നമ്പറും ആൽഫബറ്റും തമ്മിൽ വേർതിരിക്കാൻ. ഒരു ഹൈഫൺ, ദെൻ ഓയിൽ. ഇതാണ് ഇയാളുടെ പേര്. ഐഡിയ മനസ്സിലായോ? എളുപ്പമല്ലേ? ഇനി നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ AN സാറ് ചേർത്തത്? സിമ്പിൾ. മീഥെയിൻ എന്ന് പറഞ്ഞ ആളിന് അതിന്റെ മാറി OL ചേരുന്നതാണ് മെഥനോൾ. മെഥൻ 1 ഓൾ അല്ലെങ്കിൽ 1 മെഥനോൾ അല്ലെങ്കിൽ മെഥനോൾ എഴുതിയാലും ശരിയാണ്. ഐഡിയ മനസ്സിലായോ? അപ്പോ ആ പറയുന്ന AN അവിടെ തന്നെ നിർത്താൻ, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. ചിലപ്പോൾ നിങ്ങൾ ആ AN വിട്ടുപോയി, ഞാൻ മെത്ത് മാത്രം എഴുതി കഴിഞ്ഞാൽ മെത്ത് 1 ഓൾ എഴുതി വെക്കും, മെത്തോളിനല്ല. ഓക്കെ, അത് വേറെ കാര്യം. അപ്പോൾ ഒരു AN ചേർത്ത് എപ്പോഴും എഴുതി വെക്കുക. ഈ 3 സ്റ്റെപ്പ് എഴുതിയാൽ നിങ്ങളെല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത സിമ്പിൾ എക്സാമ്പിൾ. ഇതും അതേപോലെ തന്നെ ചെയ്യാം. 3 സ്റ്റെപ്പ് അല്ലെ? നമുക്ക് എപ്പോഴും 3 സ്റ്റെപ്പ് ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഒന്നാമത്തേത്, എത്ര കാർബൺ ആറ്റം ഉണ്ട്? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. എത്ര C ആറ്റംസ് ഉണ്ട് മക്കളെ? എത്ര C ആറ്റംസ് ഉണ്ടെന്ന് എണ്ണി നോക്കി. 1, 2. ഇത് കാർബൺ ആറ്റം ആണോ? ഒരിക്കലും അല്ല. 2 കാർബൺ ആറ്റേ നമുക്കുള്ളൂ. സോ C2 ആയതുകൊണ്ട് നമ്മൾ 2 എഴുതി. ഇനി ഞാൻ പറഞ്ഞു 2 ആവുമ്പോൾ അത് ഏതാണ് വേർഡ് റൂട്ട്? മെത്താണോ എത്താണോ? എത്താണ്. ഇനി ഞാൻ പറഞ്ഞു എത്ത് എഴുതുമ്പോ ഇവിടത്തെ കേസിൽ മാത്രം ഒരു AN കൂടെ ചേർത്ത് എഴുതി വെക്കുക. അങ്ങനെ ഒരിക്കലും എഴുതരുത്. ഇപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങളോട് വേർഡ് റൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക. എത്താണെങ്കിൽ എത്തെന്ന് തന്നെ എഴുതി വെക്കാം. AN ചേർക്കരുത്. ഞാനിവിടെ ചേർത്തത് നിങ്ങളുടെ പേരിടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കേട്ടാ? ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തേത്, പൊസിഷൻ. പൊസിഷൻ നോക്കിക്കേ, ആരുടെയാണ് പൊസിഷൻ? OHന്റെ പൊസിഷൻ. നോക്കി ശ്രദ്ധിച്ചേ, ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞാൻ അന്നും പറഞ്ഞ ഒരേ കാര്യം, എപ്പോഴും ഫങ്ഷണൽ ഗ്രൂപ്പിന്റെയും പൊസിഷൻ എപ്പോഴും എങ്ങനെയായിരിക്കണം? ചെറുതായിരിക്കണം. ഐഡിയ മനസ്സിലായോ? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെയും പൊസിഷൻ എപ്പോഴും എങ്ങനെയായിരിക്കണം? ചെറുതായിരിക്കണം, ഫോർ ഷുവർ. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നമ്പർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ 1, ഇവിടെ 2. 2 കാർബൺ ആറ്റം ഉള്ളൂ കേട്ടോ. അതാണ് 2 പൊസിഷൻ ഇട്ട്. എന്തുകൊണ്ട് ഇവിടെ ഇട്ടില്ല എന്ന് ചോദിക്കരുത്. ഇവിടെ OH, ഓക്സിജൻ നമ്മൾ നമ്പർ ചെയ്യേണ്ട ആവശ്യമില്ല. കാർബൺ ആറ്റത്തിനെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇയാള്. അപ്പൊ അതിന്റെ പൊസിഷൻ, ഇയാളാണ് ഇവിടുത്തെ ബ്രാഞ്ച്. അത് മനസ്സിലാക്കുക. ഇയാളാണ് ഇവിടുത്തെ ശാഖ. അപ്പൊ ഇയാളുടെ പൊസിഷനാണ് കാണേണ്ടത്. അപ്പൊ അതുകൊണ്ട് അയാളെ നമ്പർ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. തിരിച്ചും എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. നോക്കിക്കേ, ഈ OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ കാർബൺ ആറ്റത്തിലാണ്. അവിടെ ഏതൊക്കെ നമ്പർ കിട്ടി നിനക്ക്? 2ഉം കിട്ടി, 1ഉം കിട്ടി അല്ലെ? 2ഉം കിട്ടി, 1ഉം കിട്ടി. ഏതായിരിക്കും ഏറ്റവും ചെറിയ നമ്പർ? ഉറപ്പായിട്ടും ഏതായിരിക്കും ഏറ്റവും ചെറിയ നമ്പർ? 1 അല്ലേ? ഓക്കെ ആണോ? അപ്പൊ പൊസിഷൻ 1 എഴുതി. കഴിഞ്ഞില്ല, ഒരു സഫിക്സും കൂടെ നമുക്ക് ബാക്കിയുണ്ട്. സഫിക്സ് എന്തായിരിക്കും? ഞാൻ പറഞ്ഞു സഫിക്സ് ഓൾറെഡി പഠിച്ചു വെക്കുക. അതാണ് ഞാൻ ആദ്യം ഇതിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചത്. എല്ലാത്തിന്റെയും ഇതിന്റെ പഠിക്കുക. OL. ഓക്കെ ആണോ? നേരെ പേര് എഴുതി വെക്കുക. എത്തൻ, പൊസിഷൻ എഴുതുക, ഹൈഫൺ ഇട്ട് ഒരു ഓയിൽ ചേർക്കുക, പേരായി. ചിലവർ ഇതിന് 1 എത്തനോൾ എന്ന് എഴുതും. തെറ്റില്ല, അങ്ങനെ എഴുതിക്കോ. ഹൈഫൺ ഇല്ലാതെ 1 ഹൈഫൺ എത്തനോൾ അങ്ങനെ എഴുതാം. അതൊന്നും തെറ്റൊന്നുമില്ല കേട്ടാ. അപ്പൊ അങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. കാരണം ചില ടീച്ചേഴ്സ് ചിലപ്പോൾ 1 എത്തനോൾ എന്നൊക്കെ സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കും. തെറ്റൊന്നുമില്ല. നമ്മൾ ഇതിന്റെ ഫോളോ ചെയ്തു എന്നുള്ളൂ അതിന്റെ പ്രോട്ടോകോള്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. സിമ്പിൾ ആണ്. ആദ്യം എന്ത് ചെയ്യണം? നമ്പർ ഓഫ് നോമൻക്ലേച്ചർ ആണ് അല്ലെ? ഈ പറയുന്ന ഹൈഡ്രോക്സിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുമ്പോൾ നോമൻക്ലേച്ചറിൽ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലെ? അതിന്റെ നമ്പർ ഒന്ന് കണ്ടെത്തിയേ. 1, 2, 3. എങ്ങനെ നോക്കിയാലും ആകെ എത്ര ഉള്ളൂ? 3 എണ്ണല്ലേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ 3 കാർബൺ ആറ്റം. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രൊപ്പൻ എഴുതുന്നു. ഞാൻ പറഞ്ഞു എപ്പോഴും ഇതിന്റെ ഒപ്പം ഒരു AN ഇട്ട് ചേർക്കാം, എളുപ്പത്തിന് വേണ്ടി കേട്ടോ. അങ്ങനെ പ്രൊപ്പൻ എന്ന് എഴുതി വെച്ചു. രണ്ടാമത്തെ കാര്യം, പൊസിഷൻ ഓഫ് OH ഗ്രൂപ്പിന്റെ പൊസിഷൻ എങ്ങനെ ചെയ്യണം? തിരിച്ചും മറിച്ചും എന്ത് ചെയ്യണം? നമ്പർ ചെയ്ത് നോക്കണം. ഐഡിയ മനസ്സിലായോ? അപ്പൊ ഞാൻ ഇവിടെ നിന്നുള്ള കാർബൺ ആറ്റംസിനെ നമ്പർ ചെയ്യുന്നു 1, 2, 3. തിരിച്ച് നമ്പർ ചെയ്യുന്നു 1, 2, 3. അപ്പോ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ഏതാണ്? ഈ നടുക്കത്തെയാണ് അല്ലെ? അത് അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഏതാണ് അതിന്റെ നമ്പർ? 2 തന്നെയാണ്. അപ്പൊ ഒരു കുഴപ്പമില്ല, 2 തന്നെ എടുക്കാം. സോ 2, 2.
ഓക്കെ അല്ലേ? കഴിഞ്ഞില്ല, ഒരു സാധനം കൂടി ബാക്കിയുണ്ട്. മൂന്നാമത്തെ എന്താണ്? സഫിക്സ്. സഫിക്സും കൂടി എഴുതി വെക്കുക, ഉറപ്പാ. OL ആണ് അല്ലെ? നേരെ പേരിലോട്ട് കിടക്കുക. പ്രൊപ്പൻ ടു ഓൾ. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. വളരെ സിമ്പിളാ. ഐഡിയ മനസ്സിലായോ? പ്രൊപ്പൻ ടു ഓൾ. ഓക്കെ ആണോ? ഐഡിയ മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? അപ്പൊ ഈ 3 എക്സാമ്പിൾ വെച്ച് മനസ്സിലായില്ല. ഇനിയിപ്പോ ഒരു വലിയ ചെയിനുള്ള ഒരു കാർബൺ ആറ്റം തന്നു, ഒരു 8 ചെയിനുള്ള ഒരു 8 നീട്ടത്തിലുള്ള ഒരു കാർബൺ ആറ്റം തന്നിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒരു OH ഇട്ട് തന്നാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതിക്കൂടെ? ആ കാർബൺ ആറ്റത്തിന്റെ പേര് എഴുതുക. അത് ഹെപ്റ്റ് ആയിക്കോട്ടെ, ഹെക്സ് ആയിക്കോട്ടെ, പെന്റ് ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ. അതിന്റെ പൊസിഷൻ ഓഫ് OH കണ്ടുപിടിക്കുക, OL ഇടുക, നേരെ ഇങ്ങനെ എഴുതുക. സിമ്പിൾ അല്ലേ? മനസ്സിലായോ? ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പൊ ഒരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. അടുത്തൊരു എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ പേര് കിട്ടും അല്ലെ? വലിയ ചിന്തിക്കാനൊന്നുമില്ല അല്ലെ? അപ്പൊ നോക്കി, ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, നമ്പർ ഓഫ് C ആറ്റംസ് കണ്ടെത്തുക. വേഗട്ടെ, നമ്പർ ഓഫ് C ആറ്റംസ് കണ്ടെത്തുക. എന്നെ നോക്കി, 1 2 3 4 5 5 ഉറപ്പാ. അപ്പൊ അത് വരുമ്പോൾ എഴുതാണ് എത്ത് മെത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ് വരും അല്ലെ? പെന്റ് മാത്രം എഴുതിയാൽ മതിയോ? ഞാൻ പറഞ്ഞു എളുപ്പത്തിന് വേണ്ടി ഒരു AN ചേർത്ത് എഴുതുക. കിടന്നോട്ടെ, എവിടെ ആവശ്യം വരും നമുക്ക് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ആള് പൊസിഷൻ ഓഫ് കാർബൺ ആറ്റം ആണോ? ഒരിക്കലുമല്ല. പൊസിഷൻ ഓഫ് OHന്റെ പൊസിഷൻ എന്താണെന്ന് കണ്ടെത്തുക. വളരെ എളുപ്പമാണ് അല്ലെ? നോക്കിക്കേ, പൊസിഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എണ്ണം ഇട്ട് നോക്കുക അല്ലെ? ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ഇട്ട് നോക്കുക. 1 2 3 4 5. കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു എപ്പോഴും എന്ത് ചെയ്യണം? അങ്ങോട്ട് ഇട്ടാലും തിരിച്ച് ഇങ്ങോട്ടും ഇടാൻ പഠിക്കണം. 1 2 3 4 5. ഇനി നോക്കുക, ഈ പറയുന്ന OH ആണ് നമ്മുടെ ബ്രാഞ്ച്. ഇയാളാണ് ഇവിടുത്തെ മെയിൻ അല്ലെ? ഈ പറയുന്ന ആളുടെ കാർബൺ ആറ്റത്തിന്റെ പൊസിഷൻസ് നോക്കുക. 2 ഉണ്ട് 4 ഉണ്ട് അല്ലെ? 2 ഉണ്ട് 4 ഉണ്ട്. ഏറ്റവും ചെറുത് ഏതാണ്? എപ്പോഴും നോക്കുക ഏതാണ്? 2 ആയിരിക്കില്ലേടാ? ഉറപ്പല്ലേ? ഷുവർ അല്ലേ? അപ്പൊ 2 ഞാൻ എടുത്തു, 2 എഴുതുന്നു. കഴിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യണം? സഫിക്സ് എഴുതണം. ആരുടെ സഫിക്സ്? ഈ പറയുന്ന OH വരുമ്പോഴുള്ള സഫിക്സ് എഴുതുക, OL. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കഴിഞ്ഞില്ല. പേര് നേരെ എഴുതുക, പെന്റൻ 2-ഓൾ. കഴിഞ്ഞു. ഇനി 2 പെന്റനോൾ എഴുതി, 2 ഹൈഫൺ ഇട്ടിട്ട് പെന്റനോൾ എഴുതി. തെറ്റില്ല, വളരെ ശരിയാണ്. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ ആണോ? ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചിട്ട് നമുക്ക് അടുത്ത ഫംഗ്ഷണൽ ഗ്രൂപ്പിലോട്ട് പോവാം. ഓക്കെ, നോക്കി, ഈ ഒരു എക്സാമ്പിൾ ഇവിടെ വല്ല ഫോർമുല ഞാൻ തന്നിട്ടുണ്ടോ? എന്തെങ്കിലും കണ്ടൻസ് ഫോർമുല തന്നിട്ടുണ്ടോ? സ്ട്രക്ചർ ഫോർമുല തന്നിട്ടുണ്ടോ? ഒരു സാധനവും ഞാൻ തന്നിട്ടില്ല അല്ലെ? ഇവിടെ ഞാൻ എന്താ തന്നിരിക്കുന്നത്? പേരാണ് തന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ ഒരു കണ്ടൻസ് ഫോർമുല തന്നിട്ട് നമ്മൾ പേര് എഴുതാനും അതേപോലെ പേര് എഴുതിയിട്ട് കണ്ടൻസ് ഫോർമുലയിലേക്ക് വരാനും നമ്മൾ പഠിക്കണം. കണ്ടൻസ് ഫോം സ്ട്രക്ചർ ഫോമിലേക്ക് തരാനും നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ പരിപാടി നടക്കുള്ളൂ. എപ്പോഴും രണ്ട് കാര്യങ്ങളും നമ്മൾ പഠിക്കണം. വരയ്ക്കാനും എഴുതാനും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഇതൊന്ന് പേര് എഴുതാൻ പോവാം. വളരെ എളുപ്പമാണ്. നിങ്ങൾ വിചാരിക്കും, സാറേ ഇത് ഹെക്സൻ 3-ഓൾ എന്നല്ലല്ലോ എഴുതിയിരിക്കുന്നത്, 3 ഹെക്സനോൾ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്, വല്ല പ്രശ്നമുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. ഒരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രൊപ്പൻ 1-ഓൾ എന്ന് എഴുതിയാലും 1 പ്രൊപ്പനോൾ എന്ന് എഴുതിയാലും ശരിയാണ് അല്ലെ? അപ്പൊ എങ്ങനെ എഴുതിയാലും ഈ സാധനം ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇതിനെ ഹെക്സൻ 3-ഓൾ എന്നാണ് എഴുതണമെങ്കിൽ നിങ്ങൾ മാറ്റി എഴുതിക്കോ. ഒരു പ്രശ്നമില്ല ഇതില്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇതിന് പേര് കിട്ടുമല്ലോ. ഹെക്സ് ആണെന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യണം? 6 കാർബൺ ആറ്റം സിംഗിൾ ബോണ്ട് ഇട്ട് എഴുതി വെക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി. 6 കാർബൺ ആറ്റം സിംഗിൾ ബോണ്ട് ഇട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇനി പൊസിഷൻ ഓഫ് OH തന്നിട്ടുണ്ട്. OL അല്ല, OL എന്ന് പറഞ്ഞാൽ അവിടെ ആരാ വന്നിരിക്കുന്നത്? OH, ആൽക്കഹോൾ വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അതിന്റെ പൊസിഷൻ 3 ആവണത്. ഓക്കെ ആണോ? അത് എന്തുകൊണ്ടാണ് അതിന്റെ ബ്രാഞ്ചിൽ നമ്മൾ എഴുതേണ്ടി വരുന്നത്? അപ്പൊ നോക്കുക, ഈ പറയുന്ന OHന്റെ പൊസിഷൻ എത്രയാണെന്ന് പറയുന്നുണ്ട്? 3. മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ്, അതായത് 1 2 3. ഞാൻ ഇവിടെ ഒരു OH എഴുതുന്നു. കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? ഹൈഡ്രജന് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നോക്കിക്കേ, ഈ കാർബൺ ആറ്റത്തിന് ശരിക്കും എത്ര ബോണ്ട് വേണം? 4 ബോണ്ട്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. അപ്പൊ ഒരെണ്ണം. അപ്പൊ ബാക്കി എത്ര എണ്ണം വേണം? 3 ഹൈഡ്രജൻ. ഈ കാർബൺ ആറ്റത്തിന് ഓൾറെഡി അപ്പുറത്തും ഇപ്പുറത്തും 2 ബോണ്ട് ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വരണം? 4 എണ്ണം വരണം. അപ്പൊ ഇനി ബാക്കി എത്ര എണ്ണം ഹൈഡ്രജൻ കൂടി ഫില്ല് ചെയ്യണം? 2. ഈ കാർബൺ ആറ്റത്തിന് ഇവിടെയുമായിട്ട് 3 ബോണ്ടുകൾ ഉണ്ട്. ടോട്ടൽ 4 എണ്ണം വരണം. അപ്പൊ ഇനി എത്ര ഹൈഡ്രജൻ കൂടി വരണം? 1 ഹൈഡ്രജൻ. അങ്ങനെ വരുമ്പോൾ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 3. ഇതാണ് നമ്മുടെ ആള്, 3 ഹെക്സനോൾ അല്ലെങ്കിൽ ഹെക്സൻ 3-ഓൾ. ഇതാണ് നമ്മുടെ ആള്.
ഐഡിയ മനസ്സിലായോ? ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ ഭയങ്കര എളുപ്പമല്ലേ? ആ കാർബൺ ആറ്റം കാണുക, പൊസിഷൻ കാണുക, നേരെ ഓയിലിട്ട് എഴുതുക, പരിപാടി അവസാനിപ്പിക്കുക. ഇത്രേ ഉള്ളൂ. ഓക്കെ ആണോടാ? ഇതേപോലെ ഇതിനേക്കാൾ ഭയങ്കര സിമ്പിളാണ് ആസിഡ് പഠിക്കാനായിട്ട്. ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആസിഡിലോട്ട് പോവാം കേട്ടോ. അപ്പോ കാർബോക്സിൽ ഗ്രൂപ്പ്, ഇവിടെ ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന ആൾ OH അല്ല, പകരം COOH ആണ്. അപ്പൊ അതിന്റെ സഫിക്സിൽ നമ്മൾ എഴുതാൻ പോകുന്നത് ഓയിക് ആസിഡ് എന്ന് എഴുതും. ഇത്രയും പഠിച്ചാൽ മതി, സാധനം വളരെ എളുപ്പമാണ്. മറ്റേതിന്റെ പോലെ പൊസിഷൻ ഒന്നും പ്രത്യേകിച്ച് നോക്കാനൊന്നും ഇവിടെ ഇല്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാണ് COH. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതല്ലേ COH? അതെ, ഇതും ഒരേ ആളാണ്. ഇവിടെ ഈ COHനെ ശരിക്കും എഴുതുമ്പോൾ അതിന്റെ സ്ട്രക്ചറിൽ ഇങ്ങനെയാണ് വരിക. നോക്കിക്കേ, C ഡബിൾ ബോണ്ടോ വേറെയും ഒരു OH വേറെയും, അതാണ് ഈ COOH എന്ന് പറയുന്നത്. അതാണ് ഞാനിവിടെ ഷോർട്ടിൽ എഴുതിയത്. ഓക്കെ, ഇനി ഇതിന്റെ പേര് വരുന്ന ഇങ്ങനെയാണ്, CH3COOH. ഇതെന്ത് സാധനമായിരിക്കും? CH3COOH. ഇതാണ് നമ്മൾ പേര് എഴുതാൻ പോകുന്നത്. ഇനി ഈ പറയുന്ന സ്റ്റാർട്ടിങ് ഇവിടെ തൊട്ടാ തുടങ്ങുക. ഇവിടെ തൊട്ടാണ് ഇതിന്റെ പേര് തുടങ്ങുന്നത്. ഓക്കെ, ഇനി ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്പർ ഓഫ് കാർബൺ ആറ്റം. നമ്മൾ ചെയ്ത അതേ ആള് തന്നെ നമ്പർ ഓഫ് കാർബൺ ആറ്റം. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2 കാർബൺ ആറ്റം. 1, 2. ഓക്കെ അല്ലേ? അപ്പൊ അതൊന്ന് എഴുതി വെക്കുക. എത്ത്. ഓക്കെ, എത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AN കൂടെ എഴുതി വെച്ചോ. ഇതിനാണല്ലോ വരുന്നത്, അതിന്റെ എത്തൻ അവിടെ ഇരുന്നോട്ടെ. ഇനി തീർന്നില്ല, രണ്ടാമത്തെ ആള് ഇതിന്റെ സഫിക്സ് ഓയിക് ആസിഡ്. ഓക്കെ, ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി പേരിട്ടാ മതി. പേര് എഴുതി വെക്കുക, എത്തനോയിക് ആസിഡ്. ആ ഓയിക്കിന് ഗ്യാപ്പ് ഒന്നും ഇടണ്ട, ആസിഡിന് മാത്രം ഗ്യാപ്പ് ഇടുക, എത്തനോയിക് ആസിഡ്. ഇത്രയേ ഉള്ളൂ. ഐഡിയ മനസ്സിലായ? അതാണ് ഞാൻ പറഞ്ഞത്, കാർബോക്സിൽ ഗ്രൂപ്പാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അതായത് വേറൊന്നും ചെയ്യേണ്ട, കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കുക. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2 ആണ്, 3 ആണ്, 4 ആണ്. ആ കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കുക. എണ്ണം നോക്കി കഴിഞ്ഞ് നേരെ അതിന്റെ ഒപ്പം ആ പറയുന്ന ഈ മാറ്റി, ഈഥെയിൻ ആണെങ്കിൽ ഈ മാറ്റി, അല്ലെങ്കിൽ പ്രൊപ്പൈൻ ആണെങ്കിൽ ഈ മാറ്റി ഓയിക് ആസിഡ് എന്ന് ചേർക്കുക. സിമ്പിൾ. പൊസിഷൻ പോലും നമ്മൾ നോക്കണ്ട. ഐഡിയ മനസ്സിലായോടാ? എളുപ്പല്ലേ? എളുപ്പല്ലേ? അപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ ഞാനിവിടെ C ഡബിൾ ബോണ്ടോ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഓക്കെ, അങ്ങനെയൊന്നും ഞാൻ എഴുതിയിട്ടില്ല. നേരെ COH എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയാലും അങ്ങനെ എഴുതിയാലും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് 2 തരും. ക്വസ്റ്റ്യനിൽ 2 ടൈപ്പും ചിലപ്പോൾ നിങ്ങൾക്ക് തരാം, ഡൗട്ട് അടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ 2 ടൈപ്പ് എഴുതുന്നത്. അപ്പൊ ഇങ്ങനെ ഞാൻ എഴുതുന്നു. ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഒന്നാമത്തെ പറഞ്ഞ കാര്യം നമ്പർ ഓഫ് C ആറ്റം, കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കുക. 1 അല്ലേ? ഒറ്റ എണ്ണല്ലേ കാണുള്ളൂ. അപ്പൊ ഇത് മെത്താൻ. ഞാൻ പറഞ്ഞ അതിന്റെ ഒപ്പം ഒരു AN കൂടെ ചേർത്ത് എഴുതി വെച്ചേക്കാം. കിടന്നോട്ടെ. മെത്താണ്, ഉറപ്പല്ലേ? സഫിക്സ് എന്തായിരിക്കും? സഫിക്സ് ഉറപ്പായിരിക്കും. എന്തായിരിക്കും? ഓയിക് ആസിഡ് ആണ് അല്ലെ? നേരെ പേര് എഴുതുക, സ്ട്രെയിറ്റ് അവേ. എന്താണ് പേര് എഴുതുക? മെത്തനോയിക് ആസിഡ്. കഴിഞ്ഞു. മെത്തനോയിക് ആസിഡ്. എളുപ്പമല്ലേ? അപ്പൊ മെത്തനോയിക്ക് ഇനി പ്രൊപ്പനോയിക്ക് ആക്കുമ്പോൾ എന്ത് വരും? ഐഡിയ മനസ്സിലായോ? ഇപ്പൊ അതിന്റെ ട്രാക്ക് മനസ്സിലായോ മക്കളെ? ഓക്കെ അല്ലേ? അടുത്തൊരു എക്സാമ്പിൾ, പ്രൊപ്പനോയിക് ആസിഡ്. ഞാനിവിടെ ഇതിന്റെ കണ്ടൻസ് ഫോമിൽ തന്നിട്ടില്ല, നേരെ എന്ത് എഴുതാനാണ് പറഞ്ഞേക്കണേ? പേരാണ് തന്നിരിക്കുന്നത്, പ്രൊപ്പനോയിക് ആസിഡ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് വരയ്ക്കണം? കണ്ടൻസ് ഫോമില വരയ്ക്കണം അല്ലേ? എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ആദ്യം എന്ത് ചെയ്യുക? എത്ര കാർബൺ ആറ്റം വേണം? പ്രൊപ്പൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം വേണം? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? 3 ആണല്ലേ? 3 കാർബൺ ആറ്റം. 1, 2, 3. ഓയിക് ആസിഡ് അപ്പൊ എന്ത് വന്നിരിക്കണം? COH വരണ്ടേ? OH വരിക. ഇതിന്റെ പൊസിഷന്റെ കാര്യം നിങ്ങൾ അതും പറഞ്ഞിട്ട് ഇവിടെ OH എഴുതി വെക്കരുതിട്ടാ. അറ്റത്തായിരിക്കണം എപ്പോഴും ആസിഡിന്റെ വരേണ്ടത്. എപ്പോഴും ഈ നടുക്ക് ഇപ്പുറത്തെ രീതിയിലും കുഴപ്പമില്ല, അറ്റത്തും രണ്ടറ്റത്തും വരാം. നടുക്കുള്ള ആൾക്കും OH ഒന്നും എഴുതി വെക്കണ്ട കേട്ടോ. ഓക്കെ, പൊസിഷൻ നോക്കണ്ട. COH കഴിഞ്ഞ് എന്ത് ചെയ്താൽ മതി? ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ എത്ര ഹൈഡ്രജൻ വരണം? 3 എണ്ണം വരണ്ടേ? ഇവിടെ എത്ര എണ്ണം വരണം? ഓൾറെഡി 2 ബോണ്ട് ഉണ്ട്, അപ്പൊ ബാലൻസ് 2. ഇതാണ് എന്ത്? പ്രൊപ്പനോയിക് ആസിഡ്. ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ CH3 അല്ലേ സാറേ വരേണ്ടത്, OH ഇട്ട് എന്തിനാണ്? അതാണ് ഞാൻ ആസിഡ് എന്ന് പറയുന്നത്. ആസിഡ് വരുമ്പോ ഏറ്റവും അറ്റത്തെ കാർബൺ ആറ്റത്തില് എന്ത് വന്നിരിക്കണം? COH ആയിരിക്കണം. അത് ഐഡിയ മനസ്സിലായോ? എന്നാലും അത് ആസിഡ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, ഒരേ ഒരു എക്സാമ്പിളിലേക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പിലോട്ട് പോവാം. അടുത്ത എക്സാമ്പിൾ, ഇതിന്റെ പേര് തന്നാലും കണ്ടൻസ് ഫോമിൽ വന്നിട്ട് പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലെ? ഭയങ്കര എളുപ്പമാണ്. അപ്പൊ ഇതിന്റെ പേര് തന്നിട്ട് നമുക്ക് കണ്ടൻസ് ഫോമിൽ ഒരെണ്ണോട് ചെയ്ത് നോക്കാം. പെന്റനോയിക് ആസിഡ്. 5 എണ്ണം വേണം അല്ലെ? 1, 2, 3, 4, 5. എന്തുകൊണ്ടായിരിക്കും ഞാൻ സിംഗിൾ ബോണ്ട് ഇടുന്നത്? നമ്മൾ ഇവിടെ പഠിക്കുന്നത് ആൽക്കൈന്റെ കേസിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ അതുകൊണ്ട് സിംഗിൾ ബോണ്ട് മാത്രം ഇപ്പോൾ പഠിച്ചാൽ മതി. അതാണ് പെന്റൻ എന്ന് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്.
ഓക്കെ. ഇനി പെന്റനോയിക് ആസിഡ് ഞാൻ പറഞ്ഞു ഇവിടെ എഴുതാൻ പറഞ്ഞു OH, തെറ്റാണ്. അടുത്ത രീതി വെക്കുക COH. ബാക്കി എന്ത് ചെയ്യണം? ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു 3 വരും, അറിയാലോ, കാരണം ഇവിടെ 2 വരും, ഇവിടെ ഒരു 2 വരും, ഇവിടെ 2 വരും. ഇതാണ് പെന്റനോയിക് ആസിഡ്. സിമ്പിൾ, വളരെ എളുപ്പമാണ് അല്ലെ. ഇതിൽ ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. അടുത്തതും എളുപ്പമാണ്, പക്ഷെ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എളുപ്പമാണ്, മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഇനി ആൽഡിഹൈഡിലോട്ട് പോകാം. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO വരുന്നതാണ്. COOH അല്ല, CHO. അതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. OH എന്താണ്, അല്ലെങ്കിൽ CHO, COH, ഇതിന്റെ ഒക്കെ വ്യത്യാസം എന്നാണ് നമ്മൾ പഠിക്കണം. ഓക്കെ, ഈ ആൽഡിഹൈഡ് വരുമ്പോൾ CHO വരിക. CHO എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്, C ഡബിൾ ബോണ്ടോ H ഇങ്ങനെയാണ് എഴുതുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇങ്ങനെയും തരാം, ഇങ്ങനെയും തരാം. 2 വിധം ഒന്ന് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെ. ഈ CHO മാത്രമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. അപ്പൊ ഇയാളുടെ പേരാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ ആസിഡ് ചെയ്ത അതേ മെത്തേഡ് തന്നെ, വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്ര ഉണ്ട് ഇതില്? ഇത് രണ്ടും ഒരാളാ കേട്ടോ. ഇതിന്റെ കാർബൺ ആറ്റത്തിന് എണ്ണം നോക്കിക്കേ. ഇത് കാർബൺ ആണോ, ഇത് കാർബൺ ആണോ, ഇത് കാർബൺ ആണോ? അല്ല, ഇത് മാത്രമാണ് കാർബൺ, ഒരു കാർബൺ ആറ്റം. ഓക്കെ അല്ലേ? അപ്പൊ മെത്താൻ. അപ്പോ AN കിടന്നോട്ടെ കൂടെ, മെഥൻ. ഇനി രണ്ടാമത്തെ കാര്യം സിമ്പിൾ ആണ്, സഫിക്സ് AL കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? കൂട്ടിച്ചേർത്ത് എഴുതുക, മെത്തനാൾ. അത്രേ ഉള്ളൂ. ഐഡിയ മനസ്സിലായോ? ഭയങ്കര എളുപ്പല്ലേ? എന്തൊരു സുഖ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാല് തന്നെ, വേറെ പരിപാടിയൊന്നും ഇല്ല. ഓക്കെ, ഐഡിയ മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോ കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കുക, അതിന്റെ ഒരു കാർബൺ ആറ്റം എണ്ണം വെച്ചിട്ട് AL ചേർത്ത് എഴുതുക, ഈ മാറ്റി AL ചേർത്ത് എഴുതുക. അത്രേ ഉള്ളൂ ആൽഡിഹൈഡിന്റെ പേരിടുക. ഐഡിയ മനസ്സിലായോ? ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും ഇപ്പൊ പഠിക്കാനില്ല. നിങ്ങൾ അടുത്ത +1 +2 കാലഘട്ടത്തിൽ നിങ്ങൾ ഇതൊക്കെ പഠിച്ചോളൂ. കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കും. ഇപ്പൊ നമുക്കതൊന്നും പഠിക്കാനൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി വരുന്ന വഴിയിൽ നമുക്ക് വേറെ കിട്ടും. ഓക്കെ, അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ പോയാലോ? അടുത്തൊരു എക്സാമ്പിൾ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്പർ ഓഫ് C ആറ്റംസ്. നമ്പർ ഓഫ് C ആറ്റംസ് നോക്കി. നമ്പർ ഓഫ് C ആറ്റംസ് എത്രയായിരിക്കും? 2 അല്ലേ? ഉറപ്പല്ലേ? 1 2 1 2. എഥൻ ഞാൻ പറഞ്ഞു, ഒരു AN ഇട്ട് വെച്ചേക്ക, ആവശ്യം വരുവുള്ള അല്ലേ? രണ്ടാമത്തേത് ഇത് സഫിക്സ് എന്താണ്? ഉറപ്പായിട്ടും സഫിക്സ് എന്തായിരിക്കും? AL. കൂട്ടിച്ചേർത്ത് എഴുതുക സ്ട്രെയിറ്റ് അവേ, എന്താണ്? എത്തനാൽ. അത്രേ ഉള്ളൂ, സിമ്പിൾ. എത്തനാൽ. ALന് ഗ്യാപ്പ് ഒന്നും വേണ്ട കേട്ടോ, ഒരുമിച്ച് എഴുതുക, എത്തനാൽ. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? ഇതേ സാധനം തന്നെ 6 കാർബൺ ആയിട്ട് തന്നാലും എന്ത് ചെയ്താൽ മതി? ആ പറയുന്ന ഹെക്സൈനില് ഈ മാറ്റി AL ചേർക്കുക, അത്രേ ഉള്ളൂ. ഐഡിയ മനസ്സിലായോ? ശ്രദ്ധിക്കേണ്ട കാര്യം, COH ആണെങ്കിൽ ആസിഡും, CHO ആണെങ്കിൽ ആൽഡിഹൈഡും, OH ആണെങ്കിൽ ആൽക്കഹോൾ, OL ആണെന്നും മനസ്സിലാക്കാന്നുള്ളതാണ് നമ്മളുടെ ബുദ്ധി. അത് മനസ്സിലാക്കി എടുത്താൽ ബാക്കി എളുപ്പമാണ്. ആകെ OHന് മാത്രമാണ് അങ്ങനത്തെ ഒരു ടെൻഷൻ ഉള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, എളുപ്പമാണ് പഠിക്കാൻ. ഓക്കെ, അപ്പൊ ഇനി പേരിൽ നിന്ന് ഇത് എങ്ങനെയാണ് വരുന്നതെന്നും കൂടി നോക്കാം നമുക്ക്. ബ്യൂട്ടനാൽ. ഇത് കണ്ടൻസ് ഫോമിൽ വരയ്ക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം. ആദ്യം ബ്യൂട്ടാണെന്ന് മനസ്സിലാക്കി. അപ്പോ 4 കാർബൺ എഴുതുക, 4 കാർബൺ. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? എന്ത് ചെയ്തിരിക്കണം? ബ്യൂട്ടനാൽ എന്ന് പറയുമ്പോഴത്തേനും അതിനർത്ഥം CHO വരണം അല്ലെ? CHO വന്നു, ഫസ്റ്റ് പൊസിഷനിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്, വേറെ പൊസിഷൻ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സോ ഏറ്റവും അറ്റത്തെ പൊസിഷനിൽ മാത്രം CHO ഇട്ട് കൊടുക്കുക. തോന്നിയെടുത്ത് ഇടരുത് കേട്ടോ, അറ്റത്ത് ഇട്ട് കൊടുക്കുക. CHO ഇട്ടു. ബാക്കി സ്ഥലത്ത് എന്ത് ചെയ്യണം? ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. അറിയാലോ ഹൈഡ്രജൻ ഫില്ല് ചെയ്യേണ്ട എങ്ങനെയാന്ന് ഞാൻ പറയണ്ടല്ലോ. ഇതാണ് നമ്മുടെ ബ്യൂട്ടനാൽ. ഐഡിയ കത്തിയോടാ. എളുപ്പമല്ലേ ആൽഡിഹൈഡും ആസിഡും ഒക്കെ? ഓക്കെ അല്ലേ? തെറ്റിച്ച് കളയരുത് കേട്ടോ, വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള കീറ്റോ ഗ്രൂപ്പിലോട്ട് പോകാം. കീറ്റോ ഗ്രൂപ്പ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, C ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ CO ആണ് വരിക, CO ആണ് വരിക, അല്ലെങ്കിൽ C ഡബിൾ ബോണ്ടോ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 2 ടൈപ്പിൽ എഴുതാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ Cയില് 2 ബോണ്ട് നിങ്ങൾ കണ്ടോ? നേരത്തെ എഴുതിയതിൽ CHOയിൽ ഒരു ബോണ്ട്, അല്ലെങ്കിൽ COHലും ഒരു ബോണ്ട്, ഇങ്ങനെയാണ് കിടന്നിരുന്നത് അല്ലെ? എല്ലാത്തിലും ഇങ്ങനെയാണ് കിടന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഒരു Cയില് 2 ബോണ്ടുകൾ കാണപ്പെടുന്നുണ്ട്, 2 ബോണ്ടുകൾ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയാണ് എന്ത് വരിക? കീറ്റോ ഗ്രൂപ്പ് വരിക. അതായത് 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിലായിരിക്കും CO വരിക, അല്ലാണ്ട് അറ്റത്തായിട്ട് വരത്തില്ല. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ?
2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിലായിട്ടായിരിക്കും CO വരുന്നത്. അതർവൈസ് ഇതിനെ എനിക്ക് ഇങ്ങനെയും എഴുതാം. നോക്കിക്കേ, സി ഡബിൾ ബോണ്ടോ ഒരു മെനയ്ക്ക് കാണാനുള്ള ഒരു ഭംഗിക്ക് ആ ഡബിൾ ബോണ്ടോ കൂടി കാണിച്ച് എഴുതുമ്പോഴും ഇങ്ങനെയായിട്ട് വരും. ഐഡിയ മനസ്സിലായി. അപ്പൊ ഇങ്ങനെയാണ് എന്ത് വരിക, കീറ്റോ ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, അപ്പോ ഇതില് ആദ്യത്തെ ആളുടെ പേര് വളരെ എളുപ്പമാണ്. ഇയാളുടെ പേര് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. വേറൊന്നുമില്ല, നമ്മള് ആൽക്കെയിൻ എന്ന് എഴുതൂലോ അല്ലെ, ആൽക്കെയിൻ എന്ന് അറിയാലോ. ആൽക്കെയിൻ എന്ന് എഴുതുമ്പോ അതില് മാറി ONE ചേർക്കുന്നു, ആൽക്കനോ. അതാണ് കീറ്റോ ഗ്രൂപ്പിന്റെ പേര്. അതായത് ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നൊന്ന് എണ്ണിക്ക്. എത്ര കാർബൺ ആറ്റം ഉണ്ട്? നമ്പർ ഓഫ് കാർബൺ ആറ്റം ഒന്ന് എണ്ണിക്കുക മക്കളെ നിങ്ങൾ. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 3 ആണ് അല്ലെ. അപ്പൊ അതെന്തായിരിക്കും? പ്രൊപ്പൻ ആയിരിക്കും. പ്രൊപ്പൻ അല്ലെ, പ്രൊപ്പായിരിക്കും. ഞാൻ ഇടുന്നു. അതില് മാറി എന്ത് വരണം? അതിന്റെ സഫിക്സ്, അതിന്റെ സഫിക്സ് എഴുതി വെക്കുക. സഫിക്സ് ഈസ് എന്താണ്? ONE ആണ് അല്ലെ. സഫിക്സ് എന്താണ്? ONE ആണ്. പേര് എഴുതി നേരെ, വളരെ എളുപ്പമാണ്. പ്രൊപ്പൈനിന്റെ മാറി അവിടെ എന്ത് വരും? ONE വരും. പ്രൊപ്പനോൺ ഇതാണ് അതിന്റെ പേര്. ഇയാളുടെ പേര് ഇതാണ്, പ്രൊപ്പനോൺ. ഇതിന്റെ മറ്റൊരു പേര് അസറ്റോൺ എന്നാണ്. ചിലപ്പോൾ അസറ്റോൺ ഒന്നും പേര് ചോദിക്കാം, അസറ്റോൺ വരയ്ക്കാൻ പറയും. അപ്പോഴും ഇതാണ് അതിന്റെ ഐഡിയ. ഓക്കെ, അസറ്റോൺ എന്ന പേരിലും പ്രൊപ്പനോൺ എന്ന പേരിലും വരയ്ക്കാൻ പറയുമ്പോൾ ഇത് തന്നെ വരയ്ക്കുക. ഓക്കെ, ഇവിടെ വരെ ഇതിങ്ങനെ പഠിച്ചാൽ മതി. ഇവിടെ പൊസിഷൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അടുത്തതില്, അതായത് 3ൽ കൂടുതൽ കാർബൺ ആറ്റംസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കീറ്റോ ഗ്രൂപ്പിന്റെ ഈ COയ്ക്ക് പൊസിഷൻ കണ്ടെത്തണം. ഇവിടെ ഇതിന്റെ പൊസിഷന്റെ ആവശ്യമില്ല. ഐഡിയ മനസ്സിലായോ? കാരണം ഇവിടുത്തെ ഈ ഫസ്റ്റ് കാർബൺ ആറ്റം, ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് കാർബൺ ആറ്റം, നമുക്ക് അതിന്റെ പൊസിഷന്റെ ആവശ്യമില്ല. അടുത്തതിൽ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റണം. ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ വരെ ഓക്കെ. പ്രൊപ്പനോൺ ഐഡിയ എങ്ങനെയാണ് ഞാൻ കണ്ടെത്തിയത്? കാർബൺ ആറ്റത്തിന്റെ എണ്ണം പ്രൊപ്പൻ എഴുതി, അതിന്റെ ഒപ്പം മാറി അതിന്റെ ONE ചേർത്ത് പ്രൊപ്പനോൺ എന്ന് എഴുതി. അടുത്തത് തൊട്ട് ശ്രദ്ധിക്കണം, മാറും. കാണിച്ചു തരാം. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. CH3 CH2 CO CH3. ഞാൻ പറഞ്ഞു 3 കാർബൺ ആറ്റത്തിൽ കൂടുതലാകുമ്പോൾ ഈ കീറ്റോ ഗ്രൂപ്പിന്റെ അവിടെ എന്ത് ചെയ്യണം? പൊസിഷൻ ശ്രദ്ധിക്കണം. നേരത്തെ അതിന് വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് 3 കാർബൺ ആറ്റത്തിന്റെ അവിടെ ഞാൻ എന്ത് ചെയ്ത്? പ്രൊപ്പൻ എഴുതി, അതിന്റെ മാറ്റിയിട്ട് പ്രൊപ്പൻ എഴുതി, അതിന്റെ അവിടെ ONE ചേർത്ത് പ്രൊപ്പനോൺ എന്ന് വിളിച്ചു. പക്ഷെ ഇവിടെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആൽക്കഹോളിന്റെ പോലെ നമ്മൾ അതിന്റെ പൊസിഷൻ ഒന്ന് കണ്ടെത്തണം. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കുക. നമ്പർ ഓഫ് C ആറ്റംസ് എത്ര ഉണ്ടെന്ന് എണ്ണ നോക്കിയടാ. 1 2, ഇയാളെയും കൂട്ടണം. 3 4 കാർബൺ ആറ്റം. ഈ COയിലുള്ള CA നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ ചെയ്യണം. ഓക്കെ അല്ലേ? 4 കാർബൺ ആറ്റം. അതിനെ കൺസിഡർ ചെയ്യുമ്പോൾ 4 കാർബൺ ആറ്റം. സോ ഞാൻ അതിനെ ബ്യൂട്ട് എന്ന് എഴുതുന്നു. ഒരു AN കൂടെ ഞാൻ ചേർക്കുന്നു. കാര്യം തന്നെ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് AN കൂടെ അവിടെ ചേർക്കുന്നു. ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയതാണ് സാർ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം സഫിക്സ് അല്ല, അതിന് മുന്നേ പൊസിഷൻ ഓഫ് ഏതാണ്? പൊസിഷൻ ഓഫ് കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പ് അല്ലെങ്കിൽ അഥവാ CO ഗ്രൂപ്പിന്റെ പൊസിഷൻ നോക്കുക. ആ പൊസിഷൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു തലങ്ങും വിലങ്ങും എന്ത് ചെയ്തിരിക്കണം? നമ്പർ ചെയ്തിരിക്കണം അല്ലെ. അപ്പൊ ഒന്ന് നമ്പർ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്യുന്ന അതേ മെത്തേഡ്. 1 2, ഇയാളെയും കൺസിഡർ ചെയ്യണം. 4 1 2 3 4. ഓക്കെ അല്ലേ? അപ്പൊ നോക്കി, ഏറ്റവും ചെറിയ പൊസിഷൻ ഏതാണ്? ഏറ്റവും ചെറിയ പൊസിഷൻ, അതായത് കാർബൺ ആറ്റത്തിന്റെ ഏറ്റവും ചെറിയ പൊസിഷൻ വരുന്ന ഏതാണ്? ഈ COന്റെ ഏറ്റവും ചെറിയ പൊസിഷൻ ഏത് വരും? 3 ആണോ 2 ആണോ വരിക? ഉറപ്പായിട്ടും ഏതായിരിക്കും? 2 അല്ലേ വരിക. ഓക്കെ അല്ലേ? അപ്പൊ അവന്റെ പൊസിഷൻ കിട്ടി 2. ഓക്കെ ആണോ? പൊസിഷൻ കിട്ടി. എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ സഫിക്സും കൂടി ഒന്ന് എഴുതി വെക്കുക നമ്മള്. സഫിക്സ് ഞാൻ പറഞ്ഞു എന്താണ് സഫിക്സ്? ONE. കാണാപ്പാടം പഠിക്കണം. ഓക്കെ അല്ലേ? ഈ 3 കാര്യം കിട്ടിയാൽ സ്ട്രെയിറ്റ് അവേ എഴുതി വെക്കുക. ബ്യൂട്ടൻ 2 on. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിന്റെ പേര്. അതർവൈസ് നിങ്ങൾ 2 ബ്യൂട്ടനോൺ എന്ന് എഴുതിയാലും തെറ്റില്ല. 2 ബ്യൂട്ടനോൺ എന്ന് എഴുതിയാലും തെറ്റില്ല. ബ്യൂട്ടൻ 2 ഓൺ എന്ന് എഴുതിയാലും തെറ്റില്ല. ഐഡിയ മനസ്സിലായല്ലോ? അപ്പോൾ 3 കാർബൺ ആറ്റത്തിൽ കൂടുതലുള്ള കീറ്റോ ഗ്രൂപ്പിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കണം, അതിന്റെ വേർഡ് റൂട്ട് വെച്ച് എഴുതണം. കീറ്റോ ഗ്രൂപ്പ് CO കിടക്കുന്നതിന്റെ പൊസിഷൻ നോക്കുക. അയാളുടെ പൊസിഷൻ തന്നെയാണ് നോക്കേണ്ടത്. അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റത്തിന്റെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടാ. അയാളുടെ പൊസിഷൻ നോക്കിയാൽ മതി. അയാളുടെ പൊസിഷനിൽ ഏറ്റവും ചെറുത് തപ്പുക, കണ്ടെത്തുക, എഴുതുക. ഓക്കെ അല്ലേ? കഴിഞ്ഞില്ല, സഫിക്സും കൂടി എഴുതുക. നേരെ ഓരോന്നോരോന്നെടുത്ത് ഹൈഫൺ ഇട്ട് എഴുതുക. തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. അതായത് 2 ബ്യൂട്ടനോൺ എഴുതിയാലും തെറ്റില്ല. ഐഡിയ മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അടുത്തൊരു എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്.
പേരിടാനാണ്, കീറ്റോ ഗ്രൂപ്പാണ്, മനസ്സിലാക്കുക. CO വരുമ്പോൾ കീറ്റോ ഗ്രൂപ്പാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ അതേ കാര്യം, 3 കാർബൺ ആറ്റത്തിൽ കൂടുതലുള്ള കീറ്റോ ഗ്രൂപ്പുകളെ പേരിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അതിന്റെ എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന കാർബൺ ആറ്റത്തിന്റെ നമ്പർ ചെയ്തിരിക്കണം. ഐഡിയ മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവാം. നമ്പർ ഓഫ് C ആറ്റംസ്. എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് മക്കളെ ഇവിടെ? നോക്കിയടാ, 1, 2, ഇയാളെ കൺസിഡർ ചെയ്യണം, മറക്കരുത്. 3, 4, 5. 5 കാർബൺ ആറ്റം ഉണ്ട് അല്ലെ? 2, 4, 5 കാർബൺ ആറ്റം. ഞാൻ പറഞ്ഞു 5 കാർബൺ ആറ്റം വരുമ്പോൾ വേർഡ് റൂട്ട് മറക്കരുത്. എന്താണ്? പെന്റ് ആണ്. ഒരു AN ഇട്ട് വെക്കുന്നു. കാരണം എന്താണ്? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സ്റ്റെപ്പ് കുറയ്ക്കാനാണ്, വേറെ ഒന്നിനുമല്ല. ഓക്കെ. ഇനി 2 സെക്കൻഡ് കാര്യം എന്താണ്? പൊസിഷൻ ഓഫ് എന്ത് കാര്യം? നമ്മുടെ CO ഗ്രൂപ്പിന്റെ പൊസിഷൻ അല്ലെ? CO ഗ്രൂപ്പിന്റെ പൊസിഷൻ നോക്കിക്കതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? തലങ്ങും വിലങ്ങും എന്ത് ചെയ്തിരിക്കണം? നമ്പർ ചെയ്തിരിക്കണം അല്ലെ? നമ്പർ ചെയ്യാൻ നമുക്ക് 1, 2, 3, 4, 5. തിരിച്ചും 1, 2, 3, 4, 5 അല്ലെ? ഈ 2 നമ്പർ ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, CO ഗ്രൂപ്പിന്റെ ഏറ്റവും ചെറിയ പൊസിഷൻ രണ്ടും എന്ത് തന്നെയാണ്? 3 ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊസിഷൻ നമ്മൾ എന്തായിട്ട് എടുക്കും? 3 ആയിട്ട് എടുത്തു. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. തീർന്നില്ല. ഒരു സാധനം കൂടി ഉണ്ട്. എന്താ? സഫിക്സ്. സഫിക്സ് എന്താണ്? ONE. ഇത്രേ ഉള്ളൂ. ONE വരുമ്പോഴത്തേനും അതെന്തായിട്ട് വരും? കീറ്റോ ഗ്രൂപ്പിന്റെ ONE വരുമ്പോ ഭയങ്കര എളുപ്പമല്ലേ? ONE വരുമ്പോ എന്തായിട്ട് വരും? നോക്കിക്കേടാ. പെന്റൻ 3-on. പെന്റനോ 3 പെന്റനോൺ എഴുതിയാലും പെന്റൻ 3-on എഴുതിയാലും സെയിം ആണ്. ഓക്കെ അല്ലേ? ഇനി ഇതേ കാര്യം തന്നെ പേരാണ് തന്നിരുന്നതെന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക. പെന്റൻ 3-on എന്ന് തന്നെന്ന് വിചാരിക്കുക. പെന്റൻ 3-on തന്നിട്ട് നമ്മളോട് സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാലും ആദ്യം എന്ത് ചെയ്താൽ മതി? പെന്റൻ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? കാർബൺ ആറ്റത്തിനെ നേരെ നേരെ എഴുതുക. 5 ആണെന്ന് മനസ്സിലായല്ലോ? 1, 2, 3, 4, 5. ഇനി മൂന്നാമത്തെ പൊസിഷനിൽ എന്ത് വരണം? ONE വരണം. വിച്ച് മീൻസ് ആരാണ്? O വരണം. ഇനി CO എന്ന് പറയരുത്. CO ഓൾറെഡി അവിടെ ഉണ്ട്. ഒരു ഓയും കൂടി ഇട്ടാൽ CO ആയില്ലേ? ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണോ? 2 CO എന്ന് പറഞ്ഞിട്ട് ഇട്ട് വെക്കരുത് കേട്ടോ, തെറ്റാണത്. അതായത് CO തെറ്റാണോ? അങ്ങനെ എഴുതി വെക്കരുത്. ഓൾറെഡി C അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് വന്നാൽ മതി? ഓയും കൂടി ഇട്ടാൽ അയാളായി. ഓക്കെ അല്ലേ? എത്രാമത്തെ പൊസിഷനിലാണ്? മൂന്നാമത്തെ പൊസിഷനിൽ കാർബൺ കീറ്റോ ഗ്രൂപ്പ് വരണം. 1, 2, 3. കഴിഞ്ഞല്ലോ. ബാക്കിയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം? ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ ആണോ? ഇനി ഇവിടെ ഹൈഡ്രജന്റെ ആവശ്യമുണ്ടോ? ഇല്ല. C ഡബിൾ ബോണ്ട് ഓയാ. ഇവിടെ 2 ബോണ്ട് ഓൾറെഡി ഉണ്ട്. അപ്പൊ ടോട്ടൽ 4 ആയില്ലേ? അപ്പൊ അതുകൊണ്ട് ഇനി അവിടുത്തെ ഹൈഡ്രജന്റെ ആവശ്യമില്ല. ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ പേര് തന്നിട്ട് ഈ ഫോർമുല വരയ്ക്കാനും അതേപോലെ ഫോർമുല തന്നിട്ട് പേര് എഴുതാനും പറഞ്ഞാൽ തിരിച്ചു മറിച്ചു നിങ്ങളോട് ചോദിക്കും, ചെയ്ത് തട്ടിക്കൊള്ളണം. ഇതിലിപ്പോ നമ്മൾ പഠിച്ചതില് ഈ കാർബോക്സിലിക് ആസിഡും കീറ്റോ ഗ്രൂപ്പും ആൽഡിഹൈഡും ഭയങ്കര എളുപ്പമാണ്. ആൽക്കഹോള് കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അതും എളുപ്പമാണ്, ഭയങ്കര വ്യത്യാസം ഒരു ചെറുത് കാണിക്കുന്നു മറ്റേതിൽ നിന്ന് എന്നേ ഉള്ളൂ. ഐഡിയ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എളുപ്പമല്ല ഈ സാധനം എഴുതാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പിലോട്ട് പോകാം. അപ്പൊ നോക്കി, അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ഹാലോ ഗ്രൂപ്പ്. ഇത് കഴിഞ്ഞ് ഒരെണ്ണം കൂടി നമുക്കുള്ളൂ. ഓക്കെ, അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹാലോ ഗ്രൂപ്പ്. ആ ഹാലോ ഗ്രൂപ്പില് ശ്രദ്ധിക്കുക, ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇവിടെയാണ് കുറച്ചും കൂടെ കുഴപ്പിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ പഠിച്ചതിൽ നിന്ന് കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. അപ്പോ 4 ആളെ ഇവിടെ പഠിച്ചു വെക്കാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇവരെ നമ്മൾ വിളിക്കുന്നത് ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ ആൻഡ് അയഡോ, ഇങ്ങനെയാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവരുടെ എക്സാമ്പിൾസ് വെച്ച് നമുക്ക് പേരൊന്ന് ചെയ്തു നോക്കാം. ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതുന്നു. CH3 CH2 F. CH3 CH2 F എന്ന് ഞാൻ എഴുതി. ഇനി ഇവിടെ പേരിടാനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം, ഇത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കാണുക. ഫസ്റ്റ് നമ്മൾ ചെയ്യണം അതേ സ്റ്റെപ്പ്, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എണ്ണി നോക്കുക. എത്രണ്ണം ഉണ്ട് ഇവിടെ? 1, 2 അല്ലെ? 2 കാർബൺ ആറ്റം. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ വേർഡ് റൂട്ട് ഞാൻ എഴുതി വെക്കുന്നു. എന്തായിരിക്കും? എത്തായിരിക്കും. ഇവിടെ AN ചേർക്കണ്ട. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. AN ചേർക്കണ്ട, അവിടെ നിന്നോട്ടെ. AN ചേർക്കണ്ട, അവിടെ നിന്നോട്ടെ. എഴുതി വെച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിന്റെ ഹാലോ ഗ്രൂപ്പ് കണ്ടെത്തുക എന്നുള്ളതാണ്.
അതിന്റെ ആവശ്യകത ഇല്ല, എന്നാലും ഹാലോ ഗ്രൂപ്പ് ഞാനൊന്ന് എഴുതി വെക്കുന്നു. ഹാലോ ഗ്രൂപ്പ് എഫ് ആകുമ്പോൾ ഏതായിരിക്കും? ഫ്ലൂറോ ആയിരിക്കും. അത് Cl ആയിരുന്നെങ്കിൽ ക്ലോറോ ആകും, അത് Br ആയിരുന്നെങ്കിൽ ബ്രോമോ ആകും, അത് I ആണെങ്കിൽ അയഡോ ആകും. ഐഡിയ മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഹാലോ ഗ്രൂപ്പും കൂടി എഴുതി വെക്കുക, ഫ്ലൂറോ. ഹാലോ ഗ്രൂപ്പ് ഏതാണ്? ഫ്ലൂറോ എന്നാണ്. ഓക്കെ ഓക്കെ, തീർന്നില്ല. മൂന്നാമത്തേത് പൊസിഷൻ. ആരുടെ പൊസിഷൻ ആയിരിക്കും? ഉറപ്പായും ഹാലോ ഗ്രൂപ്പ് ഏതാണോ അതിന്റെ പൊസിഷൻ. ഇവിടെ എഫ് ആയതുകൊണ്ട് എഫ്, അതിന്റെ പൊസിഷൻ. പൊസിഷൻ ചെയ്യാൻ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, എപ്പോഴും എന്തിനെണ്ണം കൊടുക്കുക? കാർബൺ ആറ്റങ്ങൾക്ക് എണ്ണം കൊടുക്കുക. തലങ്ങും വിലങ്ങും എണ്ണം കൊടുക്കുക. ആകെ രണ്ടെണ്ണല്ലേ ഉള്ളൂ. അങ്ങോട്ട് നോക്കുമ്പോഴും ഇങ്ങോട്ട് നോക്കുമ്പോഴും ഇവിടെ രണ്ടും ഒന്നും, അത് എഫ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിൽ രണ്ടും ഒന്നും പൊസിഷൻ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറുത് ഏതായിരിക്കും? 1 ആയിരിക്കും, ഷുവർ അല്ലെ? ഏറ്റവും ചെറിയ പൊസിഷൻ ഏതായിരിക്കും? 1 ആയിരിക്കും അല്ലെ? അപ്പൊ പൊസിഷൻ എഴുതി വെക്കുക 1. കഴിഞ്ഞില്ല, ഒരാളും കൂടി ബാക്കിയുണ്ട്. നാലാമത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. എന്താണ്? സഫിക്സ് ഇവിടെ വരുന്നത്. സഫിക്സ് ഇവിടെ വരുന്ന ഒരാളുണ്ട്, ANE ആണ്. ANE കാരണം എന്താ? സിംഗിൾ ബോണ്ട് അല്ലേ, ആൽക്കീൻ അല്ലേ? അപ്പൊ സഫിക്സ് ANE ഇങ്ങനെയാണ് വരുന്നത്. ഐഡിയ മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി ഇത് എഴുതേണ്ട രീതിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ചെറിയ പ്രശ്നം, ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് പൊസിഷനാണ്. നമ്മൾ മറ്റേ ബ്രാഞ്ചിലൊക്കെ കണ്ടെത്തിയപ്പോൾ എഴുതിയ പോലെ തന്നെ ഫസ്റ്റ് എഴുതേണ്ടത് പൊസിഷനാണ്. ആദ്യം പൊസിഷൻ എഴുതി വെക്കുക. ആരുടെ? ഹാലോ ഗ്രൂപ്പിന്റെ പൊസിഷൻ 1. ഹൈഫൺ അറിയാലോ എന്തിനായിരിക്കും ഹൈഫൺ ഇട്ടാന്ന് അല്ലെ? 1. ഹാലോ ഗ്രൂപ്പിന്റെ പൊസിഷൻ എഴുതി 1 എഴുതി. തീർന്നില്ല, അടുത്തത് ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇത് നമ്മൾ എഴുതേണ്ട രീതി ഞാൻ പറയാം. ABCD ഇങ്ങനെയാണ് എഴുതി പോകേണ്ടത്. ഇത് നമ്മൾ കണ്ടുപിടിച്ച സ്റ്റെപ്പാണ്, പക്ഷെ എഴുതി പോകേണ്ടത് ഈ ഒരു സ്റ്റെപ്പിലാണ്. വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. അപ്പൊ ഒന്നാമത്തെ എഴുതേണ്ടത് പൊസിഷൻ ഹൈഫൺ. രണ്ടാമത്തേത് എന്താണ് ഹാലോ ഗ്രൂപ്പിന്റെ പേരെന്ന്? ഫ്ലൂറോ. ഓക്കെ അല്ലെ? ഇനി മൂന്നാമത്തേത് നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിൽ വേർഡ് റൂട്ട് എന്നാണ്? എത്ത്. നാലാമത്തേത് സഫിക്സ് എന്താ? എയിം. 1 ഫ്ലൂറോ ഇതെയിം. ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണോ? എളുപ്പല്ലേ? അതായത് ഈ പറയുന്ന 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഓർഡറിൽ ഒന്ന് എഴുതി പോയി കഴിഞ്ഞാൽ ആളെ കിട്ടും. ഓക്കെ, എന്ത് എഴുതി? ആദ്യം പൊസിഷൻ. ആദ്യം നമ്മൾ ഏതാണ് വേർഡ് റൂട്ട് കണ്ടെത്തി, ഹാലോ ഗ്രൂപ്പിന്റെ പേര് കണ്ടെത്തി, പൊസിഷൻ കണ്ടെത്തി, സഫിക്സ് എഴുതി വെച്ചു. എന്നിട്ട് ഹാലോ ഗ്രൂപ്പിന്റെ പൊസിഷൻ ആദ്യം എഴുതി, ഹൈഫൺ ഇട്ടു. ഹാലോ ഗ്രൂപ്പിന്റെ പേര് എഴുതി, ഫ്ലൂറോ എന്ന് എഴുതി, വേർഡ് റൂട്ട് എഴുതി, എത്ത് എഴുതി, സഫിക്സ് എഴുതി, എയിൻ എഴുതി, 1 ഫ്ലൂറോ ഇതിൽ നിന്ന് കിട്ടി. ഐഡിയ മനസ്സിലായ? എളുപ്പല്ലേടാ? അപ്പൊ ഈ പറയുന്ന 4 സ്റ്റെപ്പ് ഓർഡറിൽ ഒന്ന് സെറ്റാക്കി പഠിച്ചു കഴിഞ്ഞാൽ, അത് എഴുതേണ്ട രീതിയുടെ ഓർഡറും പഠിച്ചു കഴിഞ്ഞാൽ കിട്ടില്ലനായിട്ട് ഇത് കിട്ടും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ അടുത്തൊരു എക്സാമ്പിളും കൂടി എഴുതാം. ഓക്കെ, അടുത്ത എക്സാമ്പിള് ഞാൻ എല്ലാം ഭയങ്കര എളുപ്പമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇത് ഈ ക്ലോറിൻ വേണമെങ്കിൽ അറ്റത്തിട്ട് ചെയ്യിപ്പിക്കായിരുന്നു. അപ്പോഴും നേരത്തെ എഴുതിയ പോലെ തന്നെ ഒരു സാധനം വരും. പക്ഷെ സ്ഥലം ഒന്ന് മാറ്റി തന്നാണ് പെട്ടെന്നുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. കാരണം മനസ്സിലാക്കാനായിട്ട് നമ്മൾ മറ്റേതിൽ മാത്രം കിടന്ന് കളിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കണ്ടെത്തുക. നോക്കി, 1 2 3 4. ഇത് കാർബൺ അല്ല. Cl എന്ന് പറഞ്ഞാൽ ക്ലോറിന്റെ സിമ്പലാ കേട്ടോ. അത് കാർബൺ ആണെന്ന് പറഞ്ഞ് എഴുതി വെക്കണേ അടിക്കും ഞാൻ കേട്ടോ. അതങ്ങനെ എഴുതി വെക്കരുത്. നോക്കുക, അത് കാർബൺ അല്ല എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. Cl എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആണ് മക്കളെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 1 2 3 4 കാർബൺ ആറ്റം ഉള്ളൂ, അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ 4 കാർബൺ ആറ്റം. അപ്പൊ ബ്യൂട്ടാണെന്ന് മനസ്സിലായി, അത് അവിടെ നിന്നോട്ടെ. ഞാൻ എഴുതുന്നില്ല, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നേരത്തെ എക്സാമ്പിൾ നോക്കി കിട്ടും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഹാലോ ഗ്രൂപ്പ് അതിന്റെ പേരെന്താണെന്നുള്ളതാണ്. ഇവിടെ ക്ലോറിൻ വന്നാൽ ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ക്ലോറോ എന്ന് വരും. കഴിഞ്ഞില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ്, പൊസിഷൻ ഓഫ് ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പിന്റെ പൊസിഷൻ എങ്ങനെ വരും? ഞാൻ പറഞ്ഞു, കാർബൺ ആറ്റംസിനെ നമ്പർ ചെയ്ത് നോക്കുക. തലങ്ങും വിലങ്ങും നമ്പർ ചെയ്യുക. 1 2 3 4. തിരിച്ചും മറിച്ചും നമ്മൾ എന്ത് ചെയ്തു? നമ്പർ ചെയ്തു. ഇനി ഈ പറയുന്ന ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിലോട്ട് നോക്കുക.
അതിന് 2 പൊസിഷൻ ഉണ്ട്. ഏതൊക്കെയുണ്ട്? 3 ഉണ്ട്, 2 ഉണ്ട്. ഏറ്റവും ചെറുത് ഏതാടാ? ഏറ്റവും ചെറുത് ഏതാ? 2 അല്ലേ? അപ്പൊ 2 എടുത്ത് എഴുതി വെക്കുക. ഓക്കെ ആണോ? കഴിഞ്ഞില്ല, ഒരാളും കൂടി നമുക്ക് ബാക്കിയുണ്ടല്ലോ. എന്താണ്? ഒരാളും കൂടെ സഫിക്സും കൂടി ഉണ്ടല്ലേ. സഫിക്സ് എന്തായിരിക്കും? ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഏനിയാണ്. ആ വാൽ അവിടെ കിടന്നോട്ടെ. ഏനിയാണ്. കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു ആദ്യം പൊസിഷൻ ഹൈഫൺ, രണ്ടാമത്തത് ഹാലോ ഗ്രൂപ്പിന്റെ പേര് ക്ലോറോ, ഇനി അടുത്തത് വേർഡ് റൂട്ട് ബ്യൂട്ട്, ലാസ്റ്റ് സഫിക്സ് ഏൻ. ഇത്രയേ ഉള്ളൂ. ഐഡിയ മനസ്സിലായ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത്ര എളുപ്പമല്ലേ ഈ കാര്യം ചെയ്യാനായിട്ട്? ഈ പറയുന്ന ക്ലോറിന്റെ സ്ഥാനത്ത് ഇനിയിപ്പോ ബ്രോമിൻ വന്നാൽ ബ്രോമോ എന്നായിട്ട് മാറും, ഐഡിൻ വന്നാൽ ഐഡോ എന്നായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ. പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ പൊസിഷൻ മാറ്റി എഴുതുക. ഇത്രേ ഉള്ളൂ അതിന്റെ വ്യത്യാസം. ഓക്കെ, എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ടെക്സ്റ്റിലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കിത് കാര്യമുള്ളൂ. വെറുതെ ഇത് 2 വട്ടം ഇത് കണ്ടു നോക്കിയിട്ട് കാര്യമില്ല മക്കളെ. നിങ്ങളത് ചെയ്തു നോക്കിയാലേ ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി, വെറൈറ്റി ആയിട്ട് ഒരു എക്സാമ്പിൾ കൂടി നമുക്കുണ്ട്. അതും കൂടി കാണിച്ചു തരാം. അടുത്തൊരു എക്സാമ്പിൾ. ഈ എക്സാമ്പിളില് ചെറിയൊരു വ്യത്യാസം ഉണ്ട് അല്ലേ. ഒരു ആറ്റം അല്ല വന്നിരിക്കുന്നത്, 2 എണ്ണം വന്നിട്ടുണ്ട് അല്ലേ. ഒരേ ആള് തന്നെ 2 എണ്ണം വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിന്റെ പേര് എങ്ങനെയാണ്. നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെ എഴുതി നോക്കാം. ഒന്ന്, ഞാൻ സ്റ്റെപ്പുകൾ എഴുതുന്നില്ല. നമ്പർ ഓഫ് കാർബൺ ആറ്റം അറിയാലോ. എത്രയാണെന്ന് നോക്കുക. 1, 2, 3, 4 എണ്ണം. 4 എണ്ണം വന്നു. അപ്പൊ അത് ബ്യൂട്ട് ആണെന്ന് മനസ്സിലായി, എഴുതി. രണ്ടാമത്തേത് എന്താണ്? ഇവിടുത്തെ ഹാലോ ഗ്രൂപ്പിന്റെ പേര്. രണ്ടും ഒരേ ആളായതുകൊണ്ട് BR ആയതുകൊണ്ട് എന്തായിരിക്കും? ബ്രോമോ എന്നായിരിക്കും അല്ലെ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ പൊസിഷൻ. പൊസിഷൻ കാണാൻ എന്ത് ചെയ്യണം? നമ്മൾ തലങ്ങും വിലങ്ങും നമ്പർ ചെയ്ത് നോക്കണം അല്ലെ. അപ്പൊ നമ്പർ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. 1, 2, 3, 4. 1, 2, 3, 4 അല്ലെ. അപ്പൊ 2 പൊസിഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ് അല്ലെ. 1, 2, 3, 4. 1, 2, 3, 4. ഇവിടെ നോക്കിയപ്പോൾ ഒരാൾക്ക് 3യും ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഒരാൾക്ക് 2 ആണ് വന്നിരിക്കുന്നത്. അതെന്താണ് അങ്ങനെ വരാൻ കാരണം? ഇതൊരു പ്രശ്നമാണ് അല്ലെ. അതായത് ഇപ്പുറത്ത് നോക്കുമ്പോൾ 3യും ഇവിടെ നോക്കുമ്പോൾ 2 ആണ് വന്നത്. അപ്പൊ അതിൽ ഏറ്റവും ചെറുത് നോക്കി നമ്മൾ എടുക്കണം അല്ലെ. ഏറ്റവും ചെറുത് നോക്കി നമ്മൾ എടുക്കണം. അങ്ങനെ വരുമ്പോ ആ പൊസിഷൻ ഏതായിരിക്കും? 3 എടുക്കണോ 2 എടുക്കണോ മക്കളെ? 3 എടുക്കണോ 2 എടുക്കണോ? ഉറപ്പല്ലേ ഏതെടുക്കണം? 2 ഷുവർ കേട്ടോ. ഉറപ്പായിട്ടും എന്തെടുത്തോളണം? 2 എടുത്തോളണം. അപ്പൊ പൊസിഷനും കൂടി ഞാൻ എഴുതുന്നു 2. ഇനി നാലാമത്തത് സഫിക്സ് അറിയാലോ, ANE. ഓക്കെ അല്ലേ? സഫിക്സ് അറിയാലോ, ANE. ഇനി നേരെ പേര് എഴുതുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള കേസുകളിൽ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി നമ്മൾ മോർ ദാൻ 1 ബ്രാഞ്ചിലുള്ള ആൽക്കീന്റെ കേസിൽ പറഞ്ഞു പോയതാണ്. ആദ്യം ഞാൻ പൊസിഷൻ എഴുതുന്നു. ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, ഹൈഫൺ ഇടുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക. ഇവിടെ 2 ബ്രാഞ്ചുകൾ ഉണ്ട്. 2 ബ്രാഞ്ചുകൾ ഇടുമ്പോൾ ഒരേ ആൾക്കാർ ഒരേ പൊസിഷനിൽ 2 എണ്ണം വന്നാൽ എന്ത് ചെയ്തോളണം? ആ പറയുന്ന പൊസിഷനും കൂടെ ഒന്നും കൂടെ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. 2, 2. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഹൈഫൺ. കഴിഞ്ഞില്ല. 2, 2 ഹൈഫൺ. തീർന്നില്ല. ഇനി അടുത്ത ആരാണ്? ബ്രോമോ അല്ലെ. നമ്മുടെ ഹാലോന്റെ പേരാണ് എഴുതുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കും, ഇവിടെ എത്ര ഉണ്ട്? 2 ആൾക്കാരില്ലടാ. 2 ആൾക്കാരില്ലേ. സോ എന്ത് എഴുതണം? ഡൈബ്രോമോ എന്ന് എഴുതണം കേട്ടോ. എന്ത് എഴുതണം? ഡൈബ്രോമോ. ഡൈബ്രോമോ. ഇനി അടുത്തത് വേർഡ് റൂട്ട് ബ്യൂട്ട് എയിൻ. ഡൈബ്രോമോ ബ്യൂട്ടൈൻ. 2, 2 ഡൈബ്രോമോ ബ്യൂട്ടൈൻ. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. പക്ഷെ ഒരേ പൊസിഷനിൽ 2 ആൾക്കാർ വരുമ്പോൾ ശ്രദ്ധിക്കുക, ആ പൊസിഷൻ 2 വട്ടം റിപ്പീറ്റ് ചെയ്യുക. അതേപോലെ 2 എണ്ണം ഉണ്ടെങ്കിൽ ഡൈ എന്നും 3 എണ്ണം ഉണ്ടെങ്കിൽ ട്രൈ എന്നും എഴുതുക. നേരെ ഹാലോ ഗ്രൂപ്പ് എഴുതുക, വേർഡ് റൂട്ട് എഴുതുക, സഫിക്സ് എഴുതുക. കഴിഞ്ഞ പരിപാടി. ഓക്കെ ആണോടാ? സെറ്റ് അല്ലേ? മറക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ്, ഇതിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ ക്ലോറിൻ ആണ് വരുന്നതെങ്കിൽ അങ്ങനെയും എഴുതാം. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ തെറ്റിക്കരുത്, കൃത്യമായിട്ട് എഴുതി പൊക്കോളണം. ഐഡിയ മനസ്സിൽ എളുപ്പമല്ലേ സാർ? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ നേരത്തെ ചെയ്ത അതേപോലത്തെ മറ്റൊരു എക്സാമ്പിൾ നോക്കുക. 2, 3 ഡൈക്ലോറോ ബ്യൂട്ടൈൻ ആണ്. ഇത് എഴുതേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. ശ്രദ്ധിക്കുക, ബ്യൂട്ടൈൻ ആണ്. അപ്പൊ ആദ്യം 4 കാർബൺ ആറ്റം വരയ്ക്കുക. ഇനി നേരത്തെ നമ്മൾ ഇവിടെ 2, 2 ഡൈക്ലോറോ ആണെങ്കിൽ ഒരേ പൊസിഷനിൽ 2 എണ്ണം ഇട്ടാൽ മതിയായിരുന്നു. 2, 3 ആകുമ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലും മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലും എന്തു വന്നിരിക്കണം? ക്ലോറോ എന്ന് വെച്ചാൽ Cl വന്നിരിക്കണം. കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെ 3 വരും. കാരണം എന്താണെന്നറിയാം? ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട് ഓൾറെഡി. ബാക്കി അപ്പം എത്ര എണ്ണം വരണം? 3 എണ്ണം വരണം. ഇവിടെ ഓൾറെഡി 3 ബോണ്ട് ഉണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജൻ. ഇവിടെയും അതേപോലെ തന്നെ ഒരു ഹൈഡ്രജൻ. ഇവിടെ 3 എണ്ണം. ഇതാണ് 2, 3 ഡൈക്ലോറോ ബ്യൂട്ടൈൻ.
ഐഡിയ മനസ്സിലായോ? ഇതേപോലെ പെന്റീനും ഹെക്സീനും ഹെപ്റ്റീനും ഒക്കെ ചോദിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ആ പൊസിഷൻ തന്നിരിക്കുന്ന എവിടെയാണെന്ന് നോക്കുക. അതേപോലെ ക്ലോറിൻ ആണോ ബ്രോമിൻ ആണോ അയഡിൻ ആണോ തന്നിരിക്കുന്നത് നോക്കുക, അതിന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. എളുപ്പമല്ലേടാ? ഐഡിയ മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഈ 2 അല്ലെങ്കിൽ 3 തന്നാൽ ഒരേ പൊസിഷനിൽ കൊടുക്കുക, മാറ്റി തന്നാൽ ആ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കുക, എടുക്കുന്ന രീതി ഒന്ന് മാറ്റി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഐഡിയ മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? അപ്പൊ അവസാനത്തെ നമ്മുടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് നോക്കാം. ഇതറാണ് കേട്ടോ ഫസ്റ്റത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. 6ാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ആൽക്കോക്സി ഗ്രൂപ്പ്. OR എന്ന് പറയും. OR ഗ്രൂപ്പ് എന്നാണ്. ബോണ്ടിൽ നമ്മൾ OR. R എന്ന് പറഞ്ഞാൽ ആൽക്കീൻ ആണ് കേട്ടോ. R മീൻസ് ആൽക്ക് ഗ്രൂപ്പ് ആണ്. ആൽക്ക് ഗ്രൂപ്പ് ആണ്. ആൽക്കീൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. R എന്ന് പറഞ്ഞത് ആൽക്കീൻ ആണ്. അപ്പോ ഇവിടെ വരാൻ പോകുന്ന ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതിങ്ങനെയാണ് എക്സാമ്പിൾ വരിക. CH3COCH3. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. ഓക്കെ. ഈ പറയുന്ന ആൽക്കീൻ, ഈ പറയുന്ന ആളില് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ പേര് വരുന്ന ഇങ്ങനെയാണ്, ആൽക്കോക്സി ആൽക്കീൻ. ഇത്രയേ ഉള്ളൂ. ഭയങ്കര എളുപ്പമുള്ള പേരാണ് അല്ലെ? ആൽക്കോക്സി ആൽക്കീൻ. ഇത് സ്പ്ലിറ്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് വളരെ എളുപ്പത്തിൽ പേരിടാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു എക്സാമ്പിളിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ട രീതി മനസ്സിലാക്കി. ഇവിടെ നമുക്ക് നോക്കണ്ട, സിമെട്രിക്കൽ ആണ് അല്ലെ? ഇങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ വെട്ടിയാലും, അതായത് ഓക്സിജന്റെ ഇവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും സെയിം ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇനിയുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ പേരിടേണ്ടത് ആൽക്കോക്സി ആൽക്കീൻ. അപ്പോ ഓക്സിജന്റെ ഏത് വശത്ത് ഏറ്റവും ചെറിയ ആൽക്കീൻ ഗ്രൂപ്പ് ഉണ്ടോ അതാണ് ആൽക്കായിട്ട് എഴുതുന്നത്. ഐഡിയ മനസ്സിലായി? ഇതിന്റെ ഈ ഓക്സിജന്റെ രണ്ടു വശം നോക്കി ഒരേപോലെ ആൾക്കാരല്ലേ? മെത്തല്ലേ? ആൽക്ക് മീൻസ് ഇവിടുത്തെ വേർഡ് റൂട്ട് ആണ്. വേർഡ് റൂട്ട് മെത്തല്ലേ? ഇവിടെയും മെത്ത് ഇവിടെയും മെത്ത്. അപ്പൊ ഞാൻ മെത്ത് ഓക്സി ആൽക്കീൻ ആണ്. അപ്പുറത്ത് എന്താണ്? മെത്ത് തന്നെയാണ്. എയിൻ കൂട്ടി എഴുതുക, മീഥൈൻ. അപ്പൊ ഇതാണ് ഇയാളുടെ പേര്. ഇവിടെ ഭയങ്കര എളുപ്പമാണല്ലേ? മെത്തോക്സി മീഥൈൻ. എളുപ്പമാണ്. അതായത് ഓക്സിജൻ എടുക്കാം. ഓക്സിജൻ ആണ് നമ്മുടെ മെയിൻ ആള്. അയാളുടെ രണ്ട് വശത്തും നോക്കുക. അതിൽ ഏറ്റവും ചെറിയ ആൽക്കൈൻ ഗ്രൂപ്പ് നോക്കുക. അതെങ്ങനെയാണ് കണ്ടെത്തുന്നത് പറയാം. ഇവിടെ എളുപ്പമാണ്. ഇവ രണ്ടും ഒരേപോലത്തെ ആയതുകൊണ്ട് ആ ആൽക്കൈൻ ഗ്രൂപ്പിൽ ഒരെണ്ണത്തിനെ ആൽക്ക് എന്നും മെത്ത് എന്നും അല്ലെങ്കിൽ എത്ത് എന്നും മാത്രം എഴുതുക. അടുത്തതിനെ എയിൻ കൂട്ടി ചേർത്ത് എഴുതുക. നടുക്ക് ഓക്സി വരണം. ഇതാണ് ഇതിന്റെ മെത്തേഡ്. ഓക്കെ. ഇതിന്റെ അടുത്തൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇതിന്റെ ഐഡിയ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നോക്കിക്കേ, CH3 CH2 O CH3. നമ്മുടെ പേര് വരേണ്ട എങ്ങനെയാണ്? ആൽക്കോക്സി ആൽക്കെയിൻ ആണ് അല്ലെ? ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് പേര് വരേണ്ടത്. ഇതില് ഞാൻ പറഞ്ഞു ഈ ഓക്സിയുടെ ഒപ്പം വരേണ്ട ആൽക്ക് ഓക്സിജന്റെ ഏറ്റവും ചെറിയ ആൽക്കിൻ ഗ്രൂപ്പ് ആയിരിക്കും. ഈ ഓക്സിജനെ രണ്ടായിട്ട് ഭാഗിക്കാം. ഓക്കെ. ഇവിടെയും ഒരു ആൽക്കെയിൻ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെയും ഒരു ആൽക്ക് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? CH3 CH2 ആണോ അല്ലെങ്കിൽ CH3 ആണോ ഏറ്റവും ചെറുത്? ഉറപ്പായിട്ടും ഇതല്ലേ ചെറുത്. ഐഡിയ മനസ്സിലായി? ഉറപ്പായിട്ടും CH3 അല്ലേ ചെറുത്. അപ്പോ അതാണ് ഈ ആൽക്കാക്കി എടുക്കേണ്ടത്. ഐഡിയ മനസ്സിലായ? ഓക്കെ ആണ്. അതാണ് ഏറ്റവും ചെറിയ, രണ്ടു വശം നോക്കുക. അതിൽ ഏറ്റവും ചെറിയ ആൽക്കീൻ ഗ്രൂപ്പ് എവിടെയാണോ അതിനെയാണ് ആൽക്ക് ഓക്സി എന്നതിന്റെ മുന്നിൽ ഇടേണ്ടത്. അപ്പൊ ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കിക്കേ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഒരേ ഒരു കാർബൺ ആറ്റമേ. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ അതിനെ മെത്ത് എന്ന് എഴുതി. അതാണ് ഈ ആൽക്ക്. അതേപോലെ കൂട്ടത്തിൽ ഓക്സി കൂടെ ചേർത്തു. അടുത്തത് ഈ പറയുന്ന ആള് ആൽക്കീൻ ആരാണ്? ഈ ബാക്കിയുള്ള ആളാണ്. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2 കാർബൺ ആറ്റം. അപ്പോ എത്താന്ന് മനസ്സിലായേ? കൂടെ ANE കൂടെ ചേർക്കുന്നു. മെത്തോക്സി ഈത്തൈൻ. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ ആദ്യത്തെ പോലത്തെ ഒരു എക്സാമ്പിൾ തന്നാൽ എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. രണ്ടും ഒരേപോലെയുള്ള ആൾക്കാർ തന്നാൽ. ഇപ്പൊ ഇവിടെ ഞാൻ തന്നിരിക്കുന്നത് CH2 CH3 ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ടും ഒരേപോലെയുള്ള ആൾക്കാർ. അപ്പോ എത്തോക്സി ഈത്തൈൻ എന്ന് തന്നെ വരും. ഒരു വ്യത്യാസമില്ല. പക്ഷെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് തന്നത് ഇങ്ങനെയായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഓക്സിജന്റെ രണ്ടു വശവും നോക്കുക, ഏറ്റവും ചെറിയ ആളെ നോക്കുക. ആ ചെറിയ ആൾ, അതായത് ഒരു കാർബൺ ആറ്റം, ഇപ്പൊ ഇപ്പുറത്ത് 2 കാർബൺ ആറ്റം ഉള്ള ഒരു ചെയിൻ, ഇപ്പുറത്ത് 1 കാർബൺ ആറ്റം ഉള്ള ഒരു ചെയിൻ. അപ്പൊ ഏറ്റവും ചെറുത് ഏതാ? ആ 1 കാർബൺ ആറ്റം ഉള്ളതായിരിക്കും ഷുവർ ആയിട്ടും. ആ 1 കാർബൺ ആറ്റത്തിന്റെ പേര്, വേർഡ് റൂട്ട് ഒന്ന് നോക്കി വെക്കുക. മെത്തല്ലേ ഇവിടെ ഉള്ളത്? മെത്തല്ലേ? ആ മെത്ത് എഴുതി വെച്ചു. ഓക്സിയുടെ ഫ്രണ്ടിലായിട്ട് എഴുതി പൊക്കോളണം, മെത്ത് എന്ന് എഴുതി.
അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇപ്പുറത്തെ വശത്തുള്ളത് വലുതായതുകൊണ്ട് അതിന്റെ വേഡ് റൂട്ടിന്റെ ഒപ്പം എയിൻ കൂട്ടിച്ചേർക്കുക. അപ്പൊ നമ്മുടെ പേര് കിട്ടും. ഇവിടെ മെത്ത്, ഓക്സി, മീഥൈൻ. ഐഡിയ മനസ്സിലായോ? സെറ്റ് അല്ലേ? ഒരു എക്സാമ്പിളും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നോക്കിക്കോട്ടോ, ഈ ഒരു എക്സാമ്പിളും കൂടി ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. CH3 CH2 O CH2 CH2 CH3. ഇതൊരു വലിയ ആളാണ് അല്ലെ? അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ എന്താണ്, ഞാൻ ഇങ്ങനെ വെട്ടുന്നുണ്ട്. ഇങ്ങനെ വെട്ടണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കുക. വെട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗം മൊത്തം ഒരു സെറ്റ്, ഇവര് മൊത്തം വേറൊരു സെറ്റ്. രണ്ടും ചേരൂല, രണ്ട് പരിപാടിയാണ് അല്ലെ? ഈ ഒരു സെറ്റിൽ 2 കാർബൺ ആറ്റവും ഈ ഒരു സെറ്റിൽ 3 കാർബൺ ആറ്റവും ഉണ്ട്. പേര് വരുന്നത് എങ്ങനെയാണ്? ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് പേര് വരിക അല്ലെ? ഈ ആൽക്കോക്സിയിലെ ആൽക്ക് എപ്പോഴും എന്തായിരിക്കണം? ചെറിയ ഭാഗമായിരിക്കണം. ഓക്സിജന്റെ ഇരുവശത്തുമുള്ള ആളിൽ ഏറ്റവും ചെറിയ ഭാഗമുള്ളത്, അതായത് സിമെട്രിക്കൽ ആണെങ്കിൽ, ഒരേപോലെ ആണെങ്കിൽ കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും സെയിം അല്ലേ. ഒരേപോലെ അല്ലെങ്കിൽ ആ ഓക്സിജന്റെ ഏതു വശത്തുള്ള, 2 വശം നോക്കുക, അതിൽ ഏറ്റവും ചെറിയ ഭാഗമായിരിക്കണം. അപ്പൊ ചെറിയ ഭാഗം നോക്കുക, ഇതാണോ ചെറിയ ഭാഗം? ഉറപ്പായിട്ടും ഇതാണ് ആ ചെറിയ ഭാഗം അല്ലെ? ഇതിന്റെ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക. 2 കാർബൺ ആറ്റം ആണല്ലോ. അപ്പൊ 2 കാർബൺ ആറ്റം വരുമ്പോൾ അതിന്റെ വേർഡ് റൂട്ട് എന്താ? എത്ത് ആയിരിക്കും അല്ലെ? മെത്ത്, എത്ത്, പ്രൊപ്പ്, അത് പഠിച്ചു വെക്കണം. അതിൽ എത്താണ്. ഉറപ്പല്ലേ? അപ്പൊ ഞാൻ എത്ത് എന്ന് എഴുതി. ഇതിന്റെ ഒപ്പം എയിൻ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം കൂടെ ഒരാളുണ്ട്, ഓക്സി. തീർന്നില്ല. ഈ ബാക്കിയുള്ള ആൾ ആരായിരിക്കും? ഏറ്റവും വലിയ ആളായിരിക്കും. അവിടുത്തെ ആൽക്കിന്റെ പേര് നമുക്ക് കണ്ടെത്തണം. നോക്കി, എയിൻ അവിടെ കിടന്നോട്ടെ, അവിടുത്തെ ആൽക്ക് നമുക്ക് കണ്ടെത്താം. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3. അതിനർത്ഥം അതിന്റെ വേർഡ് റൂട്ട് എന്തായിരിക്കും? മെത്ത്, എത്ത്, പ്രൊപ്പ്, പ്രൊപ്പെയിൻ, എത്തോക്സി പ്രൊപ്പെയിൻ. ഇതാണ് ഇയാളുടെ പേര്. ഐഡിയ മനസ്സിലായോ? അപ്പോ ഇങ്ങനെ ഒരു എക്സാമ്പിൾ കിട്ടിയാൽ ആദ്യം എന്ത് ചെയ്യുക? ആ ഓക്സിജൻ ഒന്ന് നോക്കുക, 2 വശവും നോക്കുക. ആ ചിറകിൽ 2 വശത്ത് ഒരേപോലെയുള്ള ആൾക്കാരാണെങ്കിൽ ആ 2 വശത്തുള്ള ആൾക്കാരുടെ എന്ത് നോക്കണം? വേർഡ് റൂട്ട്, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കി വേർഡ് റൂട്ട് എഴുതി. രണ്ടും സെയിം ആണെങ്കിൽ അതേപോലെ തന്നെ എയിൻ കൂട്ടി ഇപ്പുറത്തെ എയിൻ കൂട്ടിയായിട്ട് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ രണ്ടും വ്യത്യസ്തമാണെങ്കിൽ ഏറ്റവും ചെറിയത് ആരാണെന്ന് നോക്കുക. ആ ചെറിയ വശത്തിലുള്ള കാർബൺ ആറ്റത്തിന്റെ ചെയിനിലെ വേർഡ് റൂട്ട് നോക്കുക, അതിനെ ഓക്സി ചേർത്ത് എഴുതുക. അതേപോലെ ബാക്കിയുള്ളതിനെ എയിൻ ചേർത്ത് എഴുതുക. ഇത്രയേ ഉള്ളൂ. ഐഡിയ മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തൊരു എക്സാമ്പിൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലും ഞാൻ പറഞ്ഞു, ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്സിജൻ ഒന്ന് വെട്ടി നോക്കുക. വെട്ടി നോക്കി 2 വശത്തുള്ള സെറ്റിനെ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. റൗണ്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം രണ്ടും ഒരേപോലെയല്ല. ഷുവർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സാധനം പഠിച്ചു വെക്കുക, ആൽക്കോക്സി ആൽക്കെയിൻ. ഇതൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇതില് ഈ ആൽക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഓക്സിജന്റെ ഇരുവശത്തുമുള്ള ആളിൽ ഏറ്റവും ചെറിയ ചെയിനിലെ വേർഡ് റൂട്ട്. 2 വശം നോക്കുക, ഏറ്റവും ചെറുത് ഏതാണ്? ഇതല്ലേ? ഇതില് വേർഡ് റൂട്ട് എന്താ? ഒറ്റ കാർബൺ ആറ്റം ഉള്ളു. അപ്പൊ ഇത് വേർഡ് റൂട്ട് എന്തായിരിക്കും? മെത്തായിരിക്കും. അതിനെ എയിൻ ചേർക്കേണ്ട. അതിന്റെ ഒപ്പം ആരുണ്ട്? ഓക്സി ഉണ്ട്. കഴിഞ്ഞില്ല. ഇനി വലിയ ഭാഗം നോക്കുക. ആ വലിയ ഭാഗത്തിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക. 1 2 3 അല്ലെ? അതിന്റെ വേർഡ് റൂട്ട് നോക്കുക. 3 കാർബൺ ആറ്റം വരുമ്പോൾ വേർഡ് റൂട്ട് എന്താ? പ്രൊപ്പല്ലേ? അതിന്റെ കൂടെ എയിൻ ചേർക്കുക. ഇത്രയേ ഉള്ളൂ. ഐഡിയ മനസ്സിലായ? ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് നമ്മുടെ ഈ പറയുന്ന ഈതർ അല്ലെങ്കിൽ ഈ പറയുന്ന ആൽക്കോക്സി ഗ്രൂപ്പ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഓക്സിജനെ ശ്രദ്ധിക്കുക. ആ ഓക്സിജന്റെ ഇരുവശത്തുള്ള ആളെ ശ്രദ്ധിക്കുക. അത് രണ്ടും ഒരേപോലുള്ള ആൾക്കാരാണെങ്കിൽ, ഒരേ വേർഡ് റൂട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോ എത്താണ് രണ്ടിടത്തും വന്നെങ്കിൽ എത്തോക്സി എത്തൈൻ, അല്ലെങ്കിൽ മിത്തോക്സി മീഥൈൻ, പ്രൊപ്പോക്സി പ്രൊപ്പെയിൻ, ബീറ്റോക്സി ബ്യൂട്ടൈൻ, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമുള്ളൂ. നേരെ മറിച്ച് രണ്ടിടത്തും വരുന്നത്, ഓക്സിജന്റെ ഇരുവശത്തും വരുന്നത് ഒരാൾ ചെറുതും ഒരാൾ വലിയ ചെയിനുമാണെങ്കിൽ ശ്രദ്ധിക്കുക, ആ ചെറിയ ചെയിൻ വരുന്ന ആളെ നമ്മൾ ഓക്സിയുടെ ഫ്രണ്ടില് അതിന്റെ വേർഡ് റൂട്ട് മാത്രം എഴുതുക. വലിയ ആളെ അതിന്റെ ഒപ്പം എയിൻ ചേർത്ത് എഴുതുക. ഇത്രയേ ഉള്ളൂ. പേര് തന്നാലും എഴുതാൻ എളുപ്പല്ലേ? ഐഡിയ മനസ്സിലായോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ 6 ഫങ്ഷണൽ ഗ്രൂപ്പും ഓക്കെ അല്ലടാ? എളുപ്പമല്ലേ ഈ കാര്യം? ഇത് ഭയങ്കര എളുപ്പമാണ്. ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങള് സെറ്റാ മക്കളെ. ഓക്കെ ആൻഡ് അപ്പോൾ അടുത്ത ക്ലാസ്സോട് കൂടി നമ്മുടെ ഈ ചാപ്റ്റർ നല്ല കൃത്യമായിട്ട് തീരും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ടാറ്റ, ബൈ, സീ യു.